കപ്പലപകടം നടന്നപ്പോൾ തന്നെ ഞങ്ങളുടെ ഉദ്യോഗസ്ഥരെല്ലാം കടൽത്തീരത്തുള്ള ഉദ്യോഗസ്ഥരെല്ലാം ഓഫീസേഴ്സും കടൽത്തീരത്തായിരുന്നു. രാവും പകലും അവിടെ ആയിരുന്നു. അപ്പം അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് വരുമ്പോൾ നമ്മുടെ ജനറൽ വർക്കുകളിൽ നമ്മൾ സഫർ ചെയ്യും. അൺബയസ്ഡായിട്ട് നിന്നിട്ട് വേണം ചെയ്യാനായിട്ട്. പരാതിക്കാരുണ്ടെങ്കിൽ അവരുടെ കാര്യം കേൾക്കുക, ഇൻഡസ്ട്രീസിൻ്റെ കാര്യം കേൾക്കുക. പക്ഷേ നമ്മൾ അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് അതിനെങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പം പരാതിക്കാർ പറഞ്ഞ് ജെന്യുവൻ ആണ് എങ്കിൽ ഇൻഡസ്ട്രീസ് റിപ്പോർട്ട് പറയുക, അവർക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നിങ്ങൾ പുതിയ ടെക്നോളജി നിങ്ങൾ വെക്കൂ എന്ന് പറയാനുള്ള റൈറ്റ് PCBക്ക് ഉണ്ട്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് പൊതുവെയുള്ള എല്ലാവരുടെയും ധാരണ ആ ഒരു വേർഡിൻ്റെ മീനിങ് പോലെ തന്നെ കൺട്രോൾ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണമെന്നുള്ളതാണ്. ശരിക്കും അത് എക്സിക്യൂഷൻ അല്ല. പെരിയാറിലെ പ്രശ്നം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം നമ്മളവിടെ സെൻസേഴ്സ് ഉണ്ടായിരിക്കും. പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ലൊക്കേഷനിൽ സെൻസർ ഉണ്ടാവും. ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഡ്രോൺ ഫ്ലൈ ചെയ്യും. ക്യാപ്ചർ ഡേറ്റ നമ്മുടെ കൺട്രോൾ റൂമിൽ PCBയുടെ കൺട്രോൾ റൂമിൽ കൊണ്ട് ലോഡ് ചെയ്യുമ്പോൾ ഈ സെൻസറിൽ നിന്നുള്ള ഡേറ്റയും അവിടെ കിട്ടും. ഇത് രണ്ടും ഇൻറ്റിഗ്രേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഹീറ്റ് മാപ്പ് ഡെവലപ്പ് ചെയ്യും. BOD എടുക്കുകയാണെങ്കിൽ ഡ്രോൺ ഫ്ലൈ ചെയ്ത് ഏതെങ്കിലും പർട്ടിക്കുലർ ലൊക്കേഷനിൽ ഓറഞ്ച് റെഡ് ആവും. അപ്പോൾ നമുക്കറിയാം ആ സ്ഥലത്തായിരിക്കും പ്രശ്നമുള്ളത്. അപ്പോൾ ആ പർട്ടിക്കുലർ ലൊക്കേഷനിൽ പിന്നെ നമ്മൾ മാനുവൽ സാമ്പിളിങ് നടക്കും. അപ്പോൾ ആ രീതിയിലുള്ള ടെക്നോളജി നമ്മൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ഭയങ്കര ഒരു നേട്ടമായിരിക്കും. ഇപ്പോൾ എന്ന് വെച്ചാൽ വളരെ ഒരു വാക്വമാണ് കാര്യം. കുറേ നാളായിട്ട് ഞങ്ങളുടെ ഓഫീസ് ബോർഡിൽ ഇങ്ങനെ ഒരു പെർമനന്റ് പോസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പം ഒരുപാട് കുട്ടികൾ അസിസ്റ്റന്റ് എഞ്ചിനീയേഴ്സ് ഇപ്പം ധാരാളം കുട്ടികളുണ്ട്. പ്രൊഫഷൻ ഡിക്ലെയർ ചെയ്ത് അവർക്കുള്ള എലിജിബിലിറ്റി ആയി കഴിഞ്ഞാൽ തന്നെ അവർ പെട്ടെന്ന് തന്നെ ഒരു പ്രൊമോട്ടഡ് ആകും. കാര്യം അവിടെ വേക്കൻസി റെഡിയായി കിടക്കുകയാണ്. ഹായ് ഓൾ, ഇന്നത്തെ സിവിലിയൻസ് പോഡ്കാസ്റ്റ് സെഷനിൽ നമ്മളോടൊപ്പം പങ്കുചേരുന്നത് കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ചെയർപേഴ്സൺ എഞ്ചിനീയർ എസ് ശ്രീകല മാം ആണ്. TKM കോളേജ് അലുമിനിയായ മാം പരിസ്ഥിതി സംരക്ഷണവും മലിനീകരണ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട മേഖലയിൽ ദീർഘകാല പരിചയ സമ്പത്തുള്ള ഉദ്യോഗസ്ഥയാണ്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് മെമ്പർ സെക്രട്ടറി, ചീഫ് എൻവയോൺമെന്റൽ എഞ്ചിനീയർ ഉൾപ്പെടെ നിരവധി ഉത്തരവാദിത്തങ്ങൾ വഹിച്ചതിന് ശേഷം ഇന്ന് കേരളത്തിലെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ചെയർപേഴ്സണായിട്ട് സേവനം അനുഷ്ഠിച്ചു വരികയാണ്. പരിസ്ഥിതി സംരക്ഷണം, മലിനീകരണ നിയന്ത്രണം, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് തുടങ്ങിയ വിഷയങ്ങളിലുള്ള മാമിൻ്റെ ആശയങ്ങളും അതുപോലെ തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ പ്രവർത്തനങ്ങളെ പറ്റിയും നമ്മളോടൊപ്പം പങ്കുവെക്കാനായിട്ടാണ് മാം ഇന്ന് ഈ ഒരു സെഷനിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പം ഹൃദയപൂർവ്വം മാമിനെ ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ മാം ആദ്യമേ മാമിൻ്റെ പഠനത്തിനെ പറ്റിയൊക്കെ ഒന്ന് പറയുമോ? എങ്ങനെയാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലേക്ക് എത്തിയത്, അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലേക്ക് മാമിന് താല്പര്യം വന്നത് എങ്ങനെയാണ്? പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലോട്ട് ഞാൻ എത്തിയത് എന്നതിനുള്ള ഉത്തരം, ജോബ് വേക്കൻസി പത്രത്തിൽ അഡ്വർടൈസ്മെൻറ്റ് വന്നിട്ടാണ് ആപ്ലിക്കേഷൻ കൊടുത്ത് അങ്ങനെയാണ് ഈ പൊല്യൂഷൻ ബോർഡിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് വരുന്നത്. ബേസിക്കലി സിവിൽ എഞ്ചിനീയറാണ്. അപ്പം സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ തേർഡിൽ തന്നെ 7th സെമസ്റ്ററിലും 8th സെമസ്റ്ററിലും എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിനെ കുറിച്ച് പഠിക്കാനുണ്ട്. 2 സെമസ്റ്ററിലുള്ള നമ്മളുടെ നോളജാണ് നമുക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ സിവിൽ എഞ്ചിനീയറിംഗ് കോർ സബ്ജക്റ്റ് ആണെങ്കിലും അതിനോട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ചില സബ്ജക്റ്റുകളാണ് അസ്ട്രോണമി, ജിയോളജി. അതിൻ്റെ ഒപ്പം തന്നെ വരുന്നതാണ് എൻവയോൺമെൻറ്റൽ എഞ്ചിനീയർ എന്ന് പറയുന്നത്. അസ്ട്രോണമി, ജിയോളജി എനിക്ക് തോന്നുന്നു 5th അല്ലെങ്കിൽ 6th സെമസ്റ്ററിലൊക്കെ അത് കവേർഡാണ്. പക്ഷേ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് എന്ന് വരുന്ന ടോപ്പിക്ക് വരുന്നത് ഏതാണ്ട് 7th 8th സെമസ്റ്ററിലാണ്, ലാസ്റ്റ് സെമസ്റ്ററിലാണ്. എനിക്ക് പൊതുവേ പ്രകൃതിയുമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് വളരെ ഇഷ്ടമാണ്. പണ്ട് തൊട്ടേ പ്രകൃതിയിലെ കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുക, അതിലുള്ള ഡീറ്റെയിലിംഗ് നോക്കുക എന്നുള്ളത് എൻ്റെ വളരെ ഒരു പാഷനാണ്. മീൻസ് നമ്മളിപ്പം എന്താണ് പറയുന്നത്, നമ്മുടെ പല മേഖലകളുണ്ടാകും. അപ്പം കുന്നുകൾ, താഴ്വരകൾ, ചെടികൾ, പൂക്കൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴും ഈവൻ വയൽ ഓലങ്ങളിൽ തന്നെയുള്ള ചെറിയ പൂക്കളും ആ പൂക്കളിൽ നമ്മൾ കണ്ടിട്ടില്ലേ, കേട്ടിട്ടുമൊക്കെയുള്ള പല കവി ഭാവനകളിലൊക്കെ വരുന്ന മഞ്ഞുതുള്ളികളിൽ സൂര്യപ്രകാശം അടിക്കുമ്പോഴുണ്ടാകാവുന്ന ആ ഒരു അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് ഒബ്സർവ് ചെയ്താൽ പ്രകൃതിയുടെ അത്ഭുതം തന്നെയാണല്ലേ. അപ്പോൾ അതിനെ നമ്മൾ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു കർത്തവ്യം തന്നെയാണ്. അപ്പോൾ അതെനിക്ക് കുട്ടിക്കാലം തൊട്ടേ ഒരു പാഷനാണ്. അപ്പോൾ ഈ സബ്ജക്റ്റ് പഠിച്ചതിന് ശേഷം നമ്മൾ പല മേഖലകളിൽ ജോലിക്ക് വേണ്ടി നമ്മൾ ശ്രമിക്കുന്ന സമയമാണ്. അപ്പം ഈ ഒരു പോസ്റ്റ് എനിക്കത് ഇഷ്ടമായിട്ട് തന്നെ തോന്നിയത് തന്നെയാണ് നമ്മൾ അപേക്ഷ കൊടുത്തത്. പിന്നെ അങ്ങനെയാണ് ബോർഡിൽ ജോയിൻ ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ മാം ഇപ്പോൾ സർക്കാർ സേവനത്തിലേക്ക് വന്ന സമയത്ത് ആദ്യ കാലഘട്ടങ്ങളിൽ ഇപ്പം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു എഞ്ചിനീയറിൽ നിന്നും ഒരു സർക്കാർ ഉദ്യോഗസ്ഥയിലേക്ക് മാറുമ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് അധികം ഫാക്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ മാമിന് ലഭിച്ച ഏറ്റവും വലിയ ലെസൺ എന്തായിരുന്നു എന്ന് പറയാൻ വേണ്ടി പറ്റുമോ? നമ്മളിപ്പോൾ തിയറി അല്ലെങ്കിൽ പ്രാക്ടിക്കൽ കുറച്ച് ചെയ്യും. ഇപ്പോൾ ഈവൻ ഞങ്ങൾ സിവിൽ എഞ്ചിനീയറിംഗിൽ 7th സെമസ്റ്ററൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു 8th സെമസ്റ്ററിൽ പ്രാക്ടിക്കൽ എക്സാം ഉണ്ട് എൻവയോൺമെൻറ്റൽ. അപ്പോൾ എനിക്കൊന്ന് ഞങ്ങളുടെ ബാച്ചാണ് ഫസ്റ്റ് പ്രാക്ടിക്കൽ എക്സാം ചെയ്യുന്ന, എൻവയോൺമെൻറ്റൽ പ്രാക്ടിക്കൽ എക്സാം ചെയ്യുന്ന ബാച്ച്. നമ്മൾ തിയറി പഠിക്കുമെങ്കിലും നമ്മൾ ഈ ഫീൽഡിൽ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ച് വ്യത്യാസങ്ങളുണ്ടാവും. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചിരുന്നത്
പൊല്യൂഷൻ കൺട്രോൾ എന്ന് പറയുമ്പോൾ അത് പ്രാക്ടിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു ജോബ് ആയിരിക്കും എന്നാണ്. പക്ഷേ നമ്മൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് അതിനകത്തുനിന്ന് കുറച്ച് വ്യത്യാസമുണ്ട്. അതായത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ പൊതുവെയുള്ള എല്ലാവരുടെയും ധാരണ ആ ഒരു വേർഡിൻ്റെ മീനിങ് പോലെ തന്നെ കൺട്രോൾ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യണം എന്നുള്ളതാണ്. ശരിക്കും അത് എക്സിക്യൂഷൻ അല്ല, ഇംപ്ലിമെൻറ്റേഷനും അല്ല. നമ്മൾ ഒരു 3 ആക്റ്റാണ്, അതായത് 1974 നമ്മുടെ വാട്ടർ ആക്ട്, 81 എയർ ആക്ട്, EP ആക്ട്, ഇങ്ങനെ 3 ആക്റ്റുകളാണ്, പാർലമെൻറ്റ് പാസ്സാക്കിയ ആക്റ്റുകളാണ് നമ്മുടെ ജോലിയുടെ, അതായത് നമ്മുടെ ബൈബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ആക്റ്റിലെ നിയമവശങ്ങളെ എങ്ങനെ നമ്മൾ മറ്റ് ഇംപ്ലിമെൻറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ട് ചേർന്ന് സഹകരിച്ച് ചെയ്യിപ്പിച്ചെടുക്കുകയാണ്. അപ്പം നിയമപുസ്തകം വെച്ചിട്ടുള്ള നമ്മൾ ഡയറക്ഷൻസ് കൊടുക്കണം. PCBയുടെ ഫ്രെയിം ചെയ്തിരിക്കുന്ന ആക്ടിൻ്റെ സെഷനിൽ തന്നെ PCB ചെയ്യേണ്ട ജോലികൾ മാൻഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഗവൺമെൻറ്റിന് എങ്ങനെ ടെക്നിക്കൽ അഡ്വൈസ് കൊടുക്കുക, ഇൻഡസ്ട്രി എവിടെ വെക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള ലൊക്കേഷൻ സ്പെസിഫൈ ചെയ്യുക, പൊല്യൂട്ടൻ പാരാമീറ്റേഴ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുക, അത് കൂടാതിരിക്കുക എന്നുള്ള നടപടികൾ എന്താണെന്ന് വെച്ചാൽ അവർക്കുള്ള നടപടികൾ, ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിയറി പഠിച്ചതിൽ നിന്ന് നമുക്ക് പ്രാക്ടിക്കലി നമ്മുടെ ജോബുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ ആ ഒരു വ്യത്യാസമാണ് എനിക്ക് ആദ്യം ബോർഡിൽ വന്നപ്പോഴത്തേന് എക്സ്പീരിയൻസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ മാമിന് അത്യാവശ്യം നല്ലൊരു കരിയർ, ആ ഒരു ഡ്യൂറേഷൻ ഉള്ളൊരു കരിയറാണ്. അപ്പോൾ ആ കരിയറിൽ ടേണിംഗ് പോയിൻ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടോ? ടേണിംഗ് പോയിൻ്റ്, അതായത് ഇപ്പോൾ എനിക്ക് ഏതാണ്ട് ഒരു 34 വർഷത്തെ ഒരു സർവീസാണ് ബോർഡിലുള്ളത്. അതിൻ്റെ ഒരു തുടക്കം എന്താണ് ക്വാർട്ടർ പോർഷനൊക്കെ ആയപ്പോൾ തൊട്ടാണ് നമുക്ക് ചെറിയ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി വർക്കുമായിട്ട്, അത് എനിക്കൊക്കെ സമയം ഇൻഡക്ഷൻ ട്രെയിനിങ് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളുടെ മുമ്പിൽ വരുന്ന ഫയലുകൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കി പഠിച്ച് ഓരോരോ ഫയലുകൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് അതിൻ്റെ ബാക്കിലോട്ട് നമ്മൾ വായിച്ച് പഠിച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓവറോൾ എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അന്നൊരു ഐഡിയ തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്കത് മനസ്സിലായത്, ഞാൻ അങ്ങനെ ഒരു ചോദ്യത്തിന് ആൻസറായിട്ട് എനിക്ക് പറയാൻ തോന്നുന്നത്, ഞാൻ 86-87 സമയത്ത് ഞാൻ ഹൈദരാബാദിൽ ഒരു ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ പോയിരുന്നു. അതൊരു റെസിഡൻഷ്യൽ ട്രെയിനിങ് ആയിരുന്നു. ഒരു 5 ദിവസം തൊട്ട് 7 ദിവസം നീണ്ടു നിൽക്കുന്ന ട്രെയിനിങ് ആയിരുന്നു. അപ്പോൾ ആ ട്രെയിനിങ്ങിൽ പല സ്റ്റേറ്റ് PCBകളിൽ നിന്നുള്ള എക്സ്പേർട്ടുകളുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ അപ്പെക്സ് ബോഡി എന്ന് പറഞ്ഞാൽ സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ്. അതായത് ആ ആക്ടിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ, ആക്ടിൽ ആദ്യമേ സെക്ഷൻ 3 അനുസരിച്ച് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഫ്രെയിം ചെയ്തു. ഓരോ സ്റ്റേറ്റിലും സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഫ്രെയിം ചെയ്തു. അപ്പം ഞങ്ങളുടെ എല്ലാ ആക്ടിവിറ്റീസിൻ്റെയും ഡയറക്ഷൻ തരുന്നത് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഗൈഡൻസ് ഒക്കെയാണ്. അവരാണ് പല ഗൈഡ് ലൈൻസ് ഉണ്ടാക്കുന്നതും SOP തയ്യാറാക്കുന്നതൊക്കെ. അതിൻ്റെ ബേസിസിലാണ്, അവർ പാൻ ഇന്ത്യ ബേസിസിലാണ് അത് ഉണ്ടാക്കുന്നത്. ഓരോ സ്റ്റേറ്റിൻ്റെതായ ഒരു സ്പെസിഫിക്കേഷൻസ് ഉണ്ടായിരിക്കില്ല. അതനുസരിച്ച് നമുക്ക് ലഘൂകരിക്കാൻ പറ്റത്തില്ല, കുറേ നമുക്ക് മുറുക്കാൻ സാധിക്കും, സ്ട്രെങ്തൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ മീറ്റിങ്ങിൽ പോയപ്പോഴാണ് നമ്മൾ എവിടെ നിൽക്കുന്നു നമുക്ക് മനസ്സിലാകുന്നത്. കാരണം നമുക്ക് അന്നേരം തോന്നുന്നത് അവരുടെ ചർച്ചകളും അവരുടെ കാര്യങ്ങളും അവരുടെ ഓരോ സബ്ജക്റ്റിനകത്തുള്ള നോളജ് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യേണ്ടിയിട്ടുണ്ടെന്നുള്ള. അപ്പം നമുക്ക് മനസ്സിലായി നോർമലി നമ്മൾ ചെയ്യുന്ന ജോബിനിൽ നിന്ന് നമുക്കത് കിട്ടത്തില്ല. എക്സ്ട്രാ ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ ഒരുപാട് വായിച്ച് പല കാര്യങ്ങളും മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഇത് മുമ്പോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. നമ്മുടെ വർക്ക് ഏരിയയിൽ നമുക്ക് നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഒരു നോളജ് ഡെവലപ്മെൻറ്റ്സിന് അത് പറ്റുമെന്നുള്ള മനസ്സിലായി. അപ്പോൾ ആ ട്രെയിനിങ്ങിന് ശേഷം തിരിച്ചു വന്നിട്ട് ഞാൻ ഒരുപാട് വായിക്കാനും നമ്മുടെ ഇന്ത്യൻ ഇത് മാത്രമല്ല പുറത്തുള്ള ഡെവലപ്ഡ് കൺട്രീസിലൊക്കെ എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള ഒരുപാട് ബുക്കുകളും ലിറ്ററേച്ചറുകളൊക്കെ വാങ്ങിച്ച് മനസ്സിലാക്കി നമുക്കിവിടെ അതിൽ നിന്ന് എന്ത് അഡോപ്റ്റ് ചെയ്ത് നമുക്കിവിടെ ചെയ്യാൻ പറ്റും എന്നതിനെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങൾ ചെയ്യണം എന്നൊരു തോന്നൽ വന്നത് എനിക്കൊന്ന് ആ ട്രെയിനിങ്. അതിനുശേഷം എല്ലാ ട്രെയിനിങ്ങുകളും ഞാൻ എങ്ങനെയും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ആൾക്കാരുമായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്ത് നമ്മുടെ ഒരു എന്താ പറയണ്ട നമുക്ക് നല്ല എക്സ്പോഷർ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു പ്രൊഫഷനിൽ വന്നിട്ട് കുറച്ചുകൂടെ അധികം എഫേർട്ട് ഇട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ് ശരിക്കും ഇന്നും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഓരോ ദിവസവും ഓരോ ലേണിംഗ് ഡേ ആയിട്ട് എടുക്കുന്നത്. ഓരോ ദിവസത്തെ എക്സ്പീരിയൻസ് നമ്മുടെ ഒരു സർവീസിന് മുതൽക്കൂട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ ഉള്ളൊരു കാര്യം അതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നത്. ഇപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഒരു ലീഡർഷിപ്പ് റോളിലാണ് ഇപ്പോൾ മാം ഉള്ളത്. അപ്പോൾ ഈ ഒരു ലീഡർഷിപ്പ് റോള് ഏറ്റെടുത്ത സമയത്ത് ഇപ്പോൾ പൊല്യൂഷൻ കൺട്രോളുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഏതെങ്കിലും മേഖലകളിൽ മാം കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു, അല്ലെങ്കിൽ ഞാൻ ഈ റോഡിലേക്ക് വരുമ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ ഒരു മേഖലയിലേക്ക് കൊടുക്കണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? മേഖല ഇൻ ദ സെൻസ് നമ്മളുടെ മേഖല ഒരു വാസ്റ്റാണ്. അതെന്ന് വെച്ചാൽ നമ്മൾ എയർ പൊല്യൂഷനുണ്ട്. ഇപ്പോൾ എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ബൗണ്ടറിയാണ്. നമുക്കൊരു ബൗണ്ടറി കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ഞാനിരിക്കുന്ന ഏരിയയിൽ എയർ വൃത്തിയായെന്ന് പറഞ്ഞിട്ട് എയർ വൃത്തിയായെന്ന് പറയാൻ പറ്റില്ല. കാര്യം അത് ട്രാൻസ്ബൗണ്ടറി ആയിട്ട് മാറാം.
അപ്പം ആ ഓരോ മേഖലകളിലും നമുക്ക് അതിൻ്റേതായ വ്യക്തിമുദ്ര പഠിപ്പിച്ചാൽ മാത്രമേ നമുക്ക് കുറച്ച് മൊത്തത്തിൽ ഓവറോൾ എൻവയോൺമെൻറ്റിനെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആദ്യകാലങ്ങളിൽ ഇൻഡസ്ട്രിയൽ പൊല്യൂഷനോടായിരുന്നു നമ്മൾ ആദ്യം 74 വാട്ടർ ആക്റ്റും എയർ ആക്ട് EP ആക്റ്റൊക്കെ തുടങ്ങിയപ്പോൾ ഇൻഡസ്ട്രീസിനെയാണ് അന്ന് PCB കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. അതിനുശേഷം 86 ഒരുപാട് നിയമങ്ങൾ അതിൻ്റെ അണ്ടറിൽ റൂൾസ് ഫ്രെയിം ചെയ്തു. അറിയാമല്ലോ, മുനിസിപ്പൽ സോൾഡ് വേസ്റ്റ്, ബയോമെഡിക്കൽ എന്നൊക്കെ പറഞ്ഞുള്ള ഇങ്ങനത്തെ റോഡുകൾ, പ്ലാസ്റ്റിക്കിൻ്റെത്, ഇലക്ട്രോണിക് വേസ്റ്റുകളൊക്കെ ഒരുപാട് വന്നപ്പോൾ നമ്മുടെ വർക്ക് ഒരുപാട് എന്താ പറയുക, ഒരുപാട് മേഖലകളിൽ നമ്മുടെ വർക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പം നമ്മുടെ സ്റ്റാഫ് അതനുസരിച്ച് അന്ന് കൂടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കുറച്ച് ഒരു ചെറിയ പ്രൊപ്പോർഷനായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഒരുപാട് അപേക്ഷകൾ നമുക്ക് വരുന്നുണ്ട്. കാര്യം നമ്മൾ ഈ ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ പൊല്യൂഷൻസ് കൺട്രോൾ ചെയ്യുന്നത് ഈ സ്ഥാപനങ്ങളെ PCBയുടെ ഒരു കൺസെൻറ്റ് അഡ്മിനിസ്ട്രേഷനിലോട്ട് കൊണ്ടുവരും. അവിടുന്നാണ് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം നമ്മളൊരു പെർമിറ്റ്, ഒരു ലൈസൻസ് കൊടുക്കുമ്പോൾ അതിനകത്ത് കുറേ പാരാമീറ്റേഴ്സിന് ലിമിറ്റ് ഫിക്സ് ചെയ്യും. ആ ലിമിറ്റ് ഇത്ര പാരാമീറ്റേഴ്സ്, ഇത്ര കോൺസെൻട്രേഷനിൽ കൂടരുത്, ഇത്ര PPM കൂടരുത്, അല്ലെങ്കിൽ ഇത്ര മൈക്രോഗ്രാം പെർ MQവിൽ കൂടരുത് എന്നൊരു ലിമിറ്റ് പറഞ്ഞ് വെച്ചിട്ടാണ് നമ്മൾ അവരെ അതിനകത്ത് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പേപ്പർ വർക്കാണ് ആക്ച്വലി കൺസേൺഡ്. ലൈസൻസിന് വരുന്നത് അനുമതി പത്രം എന്ന് പറഞ്ഞത്, പ്രവർത്തനാനുമതി, സ്ഥാപനാനുമതി എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആ അപേക്ഷകളുടെ ആധിക്യം വന്നപ്പം നമ്മുടെ ജനറൽ മാൻഡേറ്റ് ഉണ്ടല്ലോ, നമ്മുടെ കംപ്ലയൻസ് മോണിറ്ററിങ്, ഫീൽഡ് ഇൻസ്പെക്ഷൻ, ഇൻഡസ്ട്രിയൽ വിസിറ്റിനൊക്കെ നമുക്കത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വരുമ്പോൾ അത് വളരെ ഇങ്ങനെ കൂടി നിൽക്കുന്നൊരവസ്ഥയാണ്. അത് ഓരോ ജില്ലകളിലും 1000-1500 അപേക്ഷകളൊക്കെ പെൻഡിങ് നിൽക്കുന്നൊരവസ്ഥയാണ്. അപ്പം ഞാൻ ആദ്യം ചെയ്തെന്ന് എങ്ങനെ നമുക്ക് ആ എണ്ണങ്ങളെ കുറയ്ക്കാൻ സാധിക്കും, ഏതൊക്കെ മെക്കാനിസത്തിൽ കൂടെ കുറയ്ക്കാൻ സാധിക്കും. പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, പല പല ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്താൽ മാത്രമേ നമുക്കത് കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം അങ്ങനെ കുറച്ച് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഫീൽഡിൽ നമുക്കെങ്ങനെ നമ്മുടെ ഓഫീസേഴ്സിനെ നമുക്ക് ഡെപ്ലോയ് ചെയ്ത് നമുക്ക് എങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാം എന്നുള്ളതിനകത്തുള്ളതാണ്. അതൊരു പരിധി വരെ എനിക്കത് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. കാര്യം അപേക്ഷകളുടെ എണ്ണം വളരെ പെൻഡിങ് അപേക്ഷകൾ ഒരുപാട് കുറയ്ക്കാൻ സാധിച്ചു. പിന്നെ ഈ താഴോട്ടുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയേഴ്സിന് വരെ ഞാൻ കൺസെൻറ്റ് കൊടുക്കാനുള്ള രീതിയിലുള്ള ഡെലിഗേറ്റ് ഞാൻ കൊടുത്തു. അപ്പം തന്നെ ചേഞ്ചാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിച്ചു. പിന്നെ ചെയ്തത് ഓട്ടോമാറ്റിക് റിന്യൂവൽ ആക്കി. ഇപ്പം റീസെൻ്റായിട്ട് റിന്യൂവൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്. എല്ലാ കൺസെൻറ്റിൻ്റെയും റിന്യൂവൽ ആപ്ലിക്കേഷൻസ് നമുക്ക് അവർ മാൻഡേറ്ററി ആയിട്ടുള്ള ഫോർമാലിറ്റീസ് അവർ ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് 3 ഡേയ്സിനകത്ത് തന്നെ ഒറ്റ ക്ലിക്കിൽ വീട്ടിലിരുന്ന് തന്നെ അപ്ലോഡ് ചെയ്യുക, വീട്ടിലിരുന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യുക, ആ രീതിയിലുള്ള ഓട്ടോമാറ്റിക് റിന്യൂവൽ സിസ്റ്റത്തിലോട്ട് കൊണ്ടുവന്നു. പിന്നെ കുറച്ച് അദാലത്തുകളൊക്കെ ചെയ്ത്, അപ്പോൾ അങ്ങനെ കൺസെൻറ്റിൻ്റെ ആ പെൻഡിങ് കുറച്ചിട്ട് നമുക്ക് ഫീൽഡിൽ എങ്ങനെ കാര്യങ്ങൾ ചെയ്ത് നമുക്ക് ഫീൽഡിൽ നമ്മൾ ഇറങ്ങുമ്പോഴാണ് കുറച്ചും കൂടി കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ലെവലിലോട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ചില സമയത്ത് അബ്രപ്റ്റ് ആയിട്ടുള്ള ചില ഇഷ്യൂസൊക്കെ വരും. ഇപ്പോൾ കപ്പലപകടം വന്നു, അതുപോലെ തന്നെ തിരുനെൽവേലി വേസ്റ്റ് ഡിസ്പോസൽ, അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പം മെയിൻ വർക്ക് ഡൈവേർട്ട് ചെയ്യും. അപ്പം അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ ഉണ്ടാകാം എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനിൽ വേണം നമ്മൾ ഇരിക്കാൻ. നമ്മുടെ നോർമൽ റുട്ടീൻ വർക്കിൽ ചില സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള ചില ഇഷ്യൂസ് വരാം, എമർജൻസി ക്രൈസിസ്, കണ്ടിജൻസി വരാം. അപ്പോൾ അതിനെയും കൂടെ മാനേജ് ചെയ്യാനായിട്ട് വി വിൽ ബി പ്രിപ്പയർഡ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള SOPകൾ തയ്യാറാക്കുക. ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് നടന്നത് എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യണം. ഓയിൽ സ്പില്ല്, ഷിപ്പിൻ്റെ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ഓയിൽ സ്പിൽ കണ്ടിജൻസി പ്ലാൻ ഉണ്ടായിരുന്നില്ല. നേരത്തെ തൊട്ടേ അത് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അത് പ്രാക്ടിക്കലായിട്ടൊന്നും വന്നിട്ടുണ്ടായില്ല. അതിൻ്റെ വർക്കൗട്ട് അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പെൻഡിങ് ആയിട്ടുള്ള മേജർ നമുക്ക് സ്റ്റേറ്റിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്ത് ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. അതൊരു പോസിറ്റീവായിട്ട്, വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ ഇപ്പോൾ സിവിലിയൻസിലെ ആസ്പിറൻറ്റ് കമ്മ്യൂണിറ്റിയുടെ ചോദ്യം ചോദിക്കാം. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇപ്പം ആസ്പിറൻസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ PCBAE എന്ന് പറയുമ്പോൾ അവർക്ക് മെയിനായിട്ടൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് തോന്നുന്നത്. അതിലുമുപരി എന്താണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നടക്കുന്നത്, പ്രധാന പ്രവർത്തനങ്ങൾ ചെറുതായിട്ട് മാം ഒന്ന് ഡിസ്ക്രൈബ് ചെയ്തായിരുന്നു. എന്നാലും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ മെയിനായിട്ട് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്നൊന്ന് ബ്രീഫ് ചെയ്യാമോ? അസിസ്റ്റന്റ് എഞ്ചിനീയറായിട്ട് അവർ, അതായത് നമ്മുടെ എൻട്രി കേഡറാണ്, ടെക്നിക്കൽ സെക്ഷൻ്റെ എൻട്രി കേഡറാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറയുന്നത്. അപ്പം അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് നമ്മളിപ്പം പറഞ്ഞിരിക്കുന്ന സിവിൽ എൻവയോൺമെൻറ്റൽ കെമിക്കൽ ബ്രാഞ്ചാണ് നമ്മൾ. അപ്പോൾ അവർക്ക് അതിനകത്ത് അവർ കുറച്ച് പഠിച്ചിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ അത് മനസ്സിലൊരു ബേസിക് നോളജ് വെച്ചുകൊണ്ട് ഫീൽഡിൽ അവർ, അല്ലെങ്കിൽ അവർ നമ്മുടെ ഈ ഒരു ജോലിയിൽ കയറി കഴിഞ്ഞാൽ അവർക്ക് വരുന്നത് PCBയുടെ ഒരു വർക്കിംഗ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ, നമുക്ക് എല്ലാ ഡിസ്ട്രിക്റ്റിലും ഡിസ്ട്രിക്റ്റ് ഓഫീസേഴ്സ് ഉണ്ട്. ഹെഡ് ഓഫീസ് ട്രിവാൻഡ്രത്താണ്, 3 റീജിയണൽ ഓഫീസാണുള്ളത്. അപ്പം ഫീൽഡിലെ വർക്കുകളും ഫീൽഡ് ഇൻസ്പെക്ഷൻസും ഒക്കെ നമ്മൾ നടത്തുന്നത് ഫീൽഡ് ഓഫീസേഴ്സാണ്.
അപ്പം അസിസ്റ്റന്റ് എഞ്ചിനീയേഴ്സിനെ അവിടെയും പോസ്റ്റ് ചെയ്യും. അതിൻ്റെ റിപ്പോർട്ടിംഗ് ഓഫീസാണ് നമ്മുടെ റീജിയണൽ ഓഫീസുകൾ. അതായത് ഡിസ്ട്രിക്ട് ഓഫീസുകളുടെ അനാലിസിസും വർക്കുകളും കാര്യങ്ങളും റീജിയണൽ ഓഫീസിലോട്ട് ഫോർവേഡ് ചെയ്തിട്ട് അവരവിടെ ഒരു കോർഡിനേഷനുണ്ട്. അവിടെ നിന്ന് വന്നിട്ടുള്ള ഡീറ്റെയിൽസും കൂടെ ചേർന്നിട്ടാണ് ഹെഡ് ഓഫീസിലുള്ള കമ്മ്യൂണിക്കേഷൻ വരുന്നത്. ഹെഡ് ഓഫീസിൽ മേജറായിട്ട് നമ്മൾ ഗവൺമെൻറ്റുമായിട്ടായിരിക്കും കൂടുതൽ ഇൻട്രാക്ഷൻ വരുന്നത്. അപ്പോൾ അവിടെ എപ്പോഴും ഗവൺമെൻറ്റിനായിട്ടുള്ള ഇൻട്രാക്ഷൻ, മറ്റ് ഡിസ്ട്രിക്ട് റീജിയണൽ ഓഫീസുകളിലോട്ട് കൊടുക്കേണ്ട കാര്യങ്ങൾ, അവർക്ക് വേണ്ട ഇപ്പോൾ സെൻട്രൽ PCB എന്നോ മിനിസ്ട്രിയിൽ നിന്നോ നോട്ടിഫിക്കേഷൻസ് വന്നാൽ അതെങ്ങനെ അത് ചെയ്യണമെന്ന് ഹെഡ് ഓഫീസിലിരിക്കുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയേഴ്സുകളിൽ ഉൾപ്പെടെയുള്ളവർക്ക് ജോലിയുണ്ട്. അവരത് പഠിച്ച് നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്ത് ചെയർമാൻ ലെവലുള്ള പോളിസി മാറ്റേഴ്സ് ആക്കി കഴിഞ്ഞ് നമ്മൾ ഫീൽഡ് ഓഫീസിലോട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫീൽഡിൽ അവരത് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് അത് കോർഡിനേറ്റ് ചെയ്യുക, അതിനെ അത് മനസ്സിലാക്കുക, അവരുടെ ഡേറ്റ ശേഖരിക്കുക, ഇതിനെല്ലാം കോർഡിനേറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ നമുക്ക് ഗവൺമെൻറ്റിൽ റിപ്പോർട്ട് തിരിച്ച് ഫയൽ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ 3 ടൈപ്പ് ഓഫ് ഓഫീസുകളിലും വരുന്ന AEമാർക്ക് 3 ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ആയിരിക്കും. അപ്പോൾ അവർ പഠിച്ചിരിക്കുന്ന കാര്യങ്ങൾ അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ പഠിച്ച നോളജ് മാത്രം പോരാ, നമ്മൾ ഓരോരോന്നും പുതിയത് പഠിച്ചുകൊണ്ടേയിരിക്കണം. അപ്പം അത് മാത്രം കൊണ്ട് ഒന്നും ആവില്ല. അപ്പം ചിലപ്പം പുതിയ ഈ റൂൾസൊക്കെ അമെൻഡ് ചെയ്യും. അപ്പോൾ എവിടെയാണ് അമെൻമെൻറ്റ് വന്നത്, എന്തിലാണ് അമെൻമെൻറ്റ് വന്നത് എന്ന് നമ്മൾ മൈൻഡ്ഫുള്ളായിട്ട് വായിച്ച് മനസ്സിലാക്കി അത് കറക്റ്റായിട്ട് ഈ ഫീൽഡ് ഓഫീസേഴ്സിന് കൈമാറുക. ഫീൽഡ് ഓഫീസിൽ എഞ്ചിനീയേഴ്സ് അവർ ഫീൽഡിൽ പോവുക. ഇപ്പോൾ ഒരു അപേക്ഷ, ഇപ്പോൾ കൺസേൺ അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ അത് സ്ക്രൂട്ടനി നടത്തുക. ആ സ്ക്രൂട്ടനിന് ശേഷം അവർക്ക് എൻക്വയറി ആവശ്യമുണ്ടെങ്കിൽ എൻക്വയറി നടത്തുക, അതിൻ്റെ റിപ്പോർട്ട് റെഡിയാക്കുക. ആ റിപ്പോർട്ട് ചിലപ്പം ഡിസ്ട്രിക്ട് ഓഫീസിലെ ആയിരിക്കാം ചിലപ്പം അതിൻ്റെ ഡെലിഗേഷൻ അനുസരിച്ച് അതിൻ്റെ ലൈസൻസ് കൊടുക്കേണ്ടത്. ചില ലൈസൻസുകൾ അവിടെ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് റീജിയണൽ ഓഫീസർക്ക് അറിയാൻ പറ്റുന്നത്, അത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഫോർവേഡ് ചെയ്യുക. അതൊക്കെ അസിസ്റ്റന്റ് എഞ്ചിനീയേഴ്സിൻ്റെ ഒരു വളരെ ഇൻവോൾവ്മെൻറ്റ് വരുന്നതാണ്. അവിടുത്തെ റീജിയണൽ ഓഫീസിലെ AEമാർ അത് ഫോളോ അപ്പ് ചെയ്യുക. അവർക്ക് ഫീൽഡിൽ പതിയം പോകണ്ട. അവരെന്നിട്ട് ഹെഡ് ഓഫീസിൽ വരുമ്പോൾ ഹെഡ് ഓഫീസിലിരിക്കുന്ന AEമാർക്ക് അവർക്ക് ഫീൽഡിലേ പോകുന്നില്ല. അവർക്കും പക്ഷേ ഫീൽഡിൽ പോകണമെങ്കിൽ നമ്മളവിടെ ഫീൽഡിൽ അവരോട് പോയി നോക്കാനൊക്കെ പറയും, ചില കേസുകളൊന്നും പറയും. അപ്പോൾ അങ്ങനെ ഒരു പാറ്റേൺ ഉണ്ട്. പക്ഷേ ഇവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ വരുമ്പോൾ ഷഫിൾ ചെയ്യുമ്പോൾ ഇതേ ആൾക്കാർ അവിടെ പോകുമ്പോൾ ആ ജോലി അവർ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ജനറൽ പാറ്റേൺസിനകത്ത് ഇങ്ങനെയുള്ള ഒരു മിക്സപ്പ് ഉണ്ട്. പക്ഷേ അത് മാനേജബിളാണ്, കുഴപ്പമില്ല. അത് ഓക്കെ. അപ്പോൾ ഇപ്പോൾ കേരളത്തിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് മെയിനായിട്ട് നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആദ്യം കേരളത്തിൻ്റെ ആ ഒരു ടോപ്പോഗ്രഫിയും കേരളത്തിൻ്റെ ആ ഒരു സ്റ്റൈലും നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതായത് കേരളം ഒരു സ്ട്രിപ്പ് ഓഫ് ലാൻഡാണ് അല്ലേ, നീണ്ടു കിടക്കുന്ന ഒരു സ്ട്രിപ്പ് ഓഫ് ലാൻഡാണ്. അതിൽ നമ്മുടെ 14 ഡിസ്ട്രിക്റ്റിലാണ് 9 ഡിസ്ട്രിക്റ്റും കടൽത്തീരത്താണ്, കടൽ അബട്ടഡ് ആയിട്ടുള്ള ഡിസ്ട്രിക്റ്റാണ് അല്ലേ. പിന്നെ നമുക്ക് പുഴകളുണ്ട്. എത്ര പുഴകളുണ്ട്? 44 പുഴകളുണ്ട്. പിന്നെ വളരെ പേര് കേട്ട 2 വെറ്റ്ലാൻഡ് ഉണ്ട് നമുക്കല്ലേ, കോൾ വെറ്റ്ലാൻഡുകൾ അഷ്ടമുടി, വേമ്പനാടുണ്ട്. പിന്നെ ഇതിനെല്ലാം കണക്ട് ചെയ്യുന്ന റിവറുകളുണ്ട്, തോടുകളുണ്ട്, പുഴകളുണ്ട്, കാനകളുണ്ട്. ഇങ്ങനെയുള്ള വാട്ടർ നിബന്ധമാണ് നമ്മുടെ കേരളം എന്ന് പറഞ്ഞത്. അപ്പം നമുക്ക് ലാൻഡ് വളരെ കുറച്ചല്ലേ ഉള്ളൂ. ലാൻഡ് നമുക്ക് ഉള്ളത് തന്നെ ഇപ്പം മേജറായിട്ടുള്ള നമ്മുടെ ടോപ്പോഗ്രഫി ഓഫ് ലാൻഡിൻ്റെ സ്ട്രക്ചർ അനുസരിച്ച് ആലപ്പുഴയും കൊച്ചിയും ഏതാണ്ട് മീൻ സീ ലെവലിൻ്റെ താഴെ തന്നെയാണ് കിടക്കുക അല്ലേ. അവിടെ വാട്ടറിൻ്റെ പെർക്കുലേഷൻസ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈവൻ ട്രീറ്റഡ് വാട്ടർ തന്നെ നമുക്ക് പെർക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം വാട്ടർ ടേബിൾ എപ്പോഴും ഹൈ ആയിട്ടായിരിക്കും. പിന്നെ നമ്മൾ ഇന്ത്യയുടെ വെസ്റ്റേൺ ഗാർഡ്സ് എന്ന് പറയുന്നത് ഇന്ത്യക്ക് വെസ്റ്റേൺ ആണെങ്കിലും കേരളത്തിൽ വീതി കുറവാകുമ്പോൾ കേരളത്തിൽ അത് കിഴക്കൻ മലനിരകളായിട്ടാണ് വരുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു കൺസ്ട്രെയിൻസ് ഉണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളിടത്തുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഇൻഡസ്ട്രിയലൈസേഷനും അർബനൈസേഷനും വേണം. നമ്മൾ ഫാസ്റ്റായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഡെവലപ്മെൻറ്റ് മസ്റ്റാണ്, നമുക്ക് വേണം. അപ്പം അതിൽ ഈ പാരിസ്ഥിതിക ഘടനകളെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ വേണം നമുക്ക് നമ്മുടെ മറ്റ് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസും കാര്യങ്ങളും പോകാൻ. അപ്പം നമ്മളിപ്പോൾ സെൻട്രൽ ആക്ട് ആണെങ്കിൽ അത് പാൻ ഇന്ത്യ ബേസിസിൽ ഒരു ജനറൽ ആക്ട് ആയിരിക്കും. ആ ആക്ടിനെ അതേപടി ചിലപ്പം ഈ സിറ്റുവേഷൻ ആയിരിക്കത്തില്ല കർണാടകയിൽ, അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻ ആയിരിക്കത്തില്ല മധ്യപ്രദേശിൽ. പക്ഷേ നിയമം ജനറലൈസ് ചെയ്തായിരിക്കും അതിരിക്കുന്നത്. അപ്പം നമ്മുടെ സ്റ്റേറ്റിൽ ഇതിനെ എങ്ങനെ ആർക്കും ശല്യമില്ലാതെ പൊല്യൂഷനും ഇല്ലാതെ കൊണ്ടുപോകാൻ സാധിക്കണം എന്നുള്ള ഈ ടോപ്പോഗ്രഫിക്കൽ ഇത് വെച്ച് നമുക്കൊരു ചലഞ്ചാണ്. പക്ഷേ എങ്കിലും നമ്മൾ അതനുസരിച്ച് പ്രശ്നം ഉണ്ടാകാത്ത രീതിയിൽ ഈ ചില പാരാമീറ്റേഴ്സിന് കുറച്ചുകൂടെ മുറുക്കി, ചില കോൺസെൻട്രേഷൻസിന് കുറച്ചുകൂടെ നമ്മളൊരു സ്ട്രിക്റ്റ് കണ്ടീഷൻസ് കൊടുത്ത് മാക്സിമം ഗവൺമെൻറ്റിന് നമ്മൾ സപ്പോർട്ട് കൊടുത്ത് എങ്ങനെ നമ്മൾ ദൂരപരിധി ജനറൽ ആണെങ്കിൽ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ട് എങ്ങനെ അത് കൺട്രോൾ മെഷേഴ്സ് അങ്ങനെ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ നോർമൽ കൺട്രോൾ മെഷേഴ്സിനെ കുറച്ചുകൂടെ അഡീഷണൽ കൺട്രോൾ മെഷേഴ്സ്, അതായത് ഇപ്പം പ്രൈമറി സെക്കൻഡറി ടെർഷറി മീൻസ് സെക്കൻഡറി വരെയുള്ള നമ്മൾ ട്രഷറി കൊടുക്കും. ട്രഷറി കുറച്ചുകൂടെ മുറുക്കും, കുറച്ചുകൂടെ അൾട്രാ ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുത്ത് മാക്സിമം റീയൂസ് ചെയ്ത്
റിവേഴ്സ് ഓസ്മോസിസ് പോലെയുള്ള ഈ റീയൂസ് ചെയ്യാനുള്ള വെള്ളത്തിൻ്റെ രീതിയിലോട്ടൊക്കെ കൺട്രോൾ മെഷേഴ്സ് ചെയ്യാൻ പറ്റുന്നവരെ കൊണ്ട് മാക്സിമം ചെയ്യിപ്പിച്ച് നമ്മുടെ പ്രകൃതിക്ക് പ്രശ്നമില്ലാത്ത രീതിയിൽ ചെയ്യണം. അപ്പം ആ ഒരു ചെറിയൊരു ചലഞ്ച് നമുക്കൊരു വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെയുള്ള ചലഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു ഇംപ്ലിമെൻറ്റിങ് ഡിപ്പാർട്ട്മെൻ്റ് അല്ല. ഇപ്പോൾ എക്സിക്യൂട്ടീവ് ഡിപ്പാർട്ട്മെൻറ്റുകാരോട് നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഫണ്ട് അവൈലബിലിറ്റിയുടെ പ്രശ്നങ്ങൾ കാണും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സാങ്ഷനായി വരാനുള്ള താമസം ചിലപ്പം ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളായിരിക്കാം. ചിലപ്പോൾ അവർക്ക് ഫണ്ടിൻ്റെ സാങ്ഷൻ ചെയ്യാനായിട്ടുള്ള സമയത്തിൻ്റെ കുറച്ച് സമയമെടുക്കും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ചില ലാഗിങ് വരാം. പക്ഷേ എങ്കിലും അവരെ കൊണ്ട് നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്ത് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ജോബ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ചലഞ്ചസ് ഉണ്ട്. പിന്നെ ജനറൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ റുട്ടീൻ വർക്കിൻ്റെ ഇടയ്ക്ക് തന്നെ വരുന്ന കലാമിറ്റീസ് പോലുള്ള ഈ കപ്പല അങ്ങനത്തേക്കുള്ള വിഷയം നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യും. അപ്പം നമ്മുടെ ഉള്ള സ്റ്റാഫിനെ പൂൾ ചെയ്ത് തന്നെയാണ് നമ്മൾ അത് ചെയ്യുന്നത്. അപ്പം നമ്മുടെ മെയിൻ വർക്ക് നമ്മുടെ ജനറൽ വർക്കിൽ കുറച്ച് സഫറിങ് വരും. ഇപ്പം കപ്പലപകടം നടന്നപ്പോൾ തന്നെ ഞങ്ങളുടെ ഉദ്യോഗസ്ഥരെല്ലാം കടൽത്തീരത്തുള്ള ഉദ്യോഗസ്ഥരെല്ലാം ഓഫീസേഴ്സും കടൽത്തീരത്തായിരുന്നു. രാവും പകലും അവിടെ ആയിരുന്നു. അപ്പം ഈ കണ്ടെയ്നർ വരുന്നത് നോക്കി നിൽക്കുക, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ പ്രശ്നമില്ലാന്ന് നോക്കുക, കോർഡിനേറ്റ് ചെയ്യുക, ഓയിൽ സ്പിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് ബാക്കിയുള്ള കാര്യങ്ങളെയും സെറ്റപ്പിനുള്ള മൊബിലൈസ് ചെയ്യുക, കളക്ടറുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുക. അപ്പം അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് വരുമ്പോൾ നമ്മുടെ ജനറൽ വർക്കുകളിൽ നമ്മൾ സഫർ ചെയ്യും. അപ്പോഴും നമ്മുടെ ഇൻഡസ്ട്രിയുള്ള അപേക്ഷകളൊക്കെ നമ്മൾ അവിടെ കിടക്കുന്നുണ്ടാവും. അപ്പം രണ്ടും ഒരേപോലെ ബാലൻസ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ളത്. പക്ഷേ PCBയിലെ ഉദ്യോഗസ്ഥരെല്ലാം നല്ല മിടുക്കരാണ്. നമ്മൾ ആ രീതിയിലാണ് അവരെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് അത് കുഴപ്പമില്ല. നമ്മുടെ 24/7 വർക്ക് ചെയ്യുന്നത് പോലെ തന്നെയാണ്. ഓക്കെ. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കാം. കേരളത്തിലിപ്പോൾ ഏറ്റവും കൂടുതൽ മലിനീകരണ വെല്ലുവിളി സൃഷ്ടിക്കുന്ന മേഖല ഏതാണ്? അതുപോലെ കഴിഞ്ഞ വർഷങ്ങളിൽ ബോർഡ് കൈകാര്യം ചെയ്തതിൽ ഏറ്റവും സങ്കീർണമായ എൻവയോൺമെൻറ്റൽ ഇഷ്യൂ ഏതാണ്? ഇപ്പോൾ മാം പറഞ്ഞ കപ്പലപകടം തന്നെയാണോ? അപ്പോൾ അതുപോലെ അതൊരു മെയിൻ സംഭവം തന്നെയായിരുന്നു. കാര്യം നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു അത് അങ്ങനെ വന്നൊരു സംഭവമായിരുന്നല്ലോ. അപ്പം എൻ്റെ ആദ്യത്തെ ചോദ്യത്തിൽ എന്താണ് ഫസ്റ്റ് ചോദിച്ച ഒരു കാര്യം? മലിനീകരണ വെല്ലുവിളികൾ സൃഷ്ടിക്കുന്ന മേഖല. അതിനകത്ത് പറയാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ആ ഒരു പ്രകൃതിയുടെ ഒരു ഘടനയെക്കുറിച്ച് പറഞ്ഞല്ലോ. അപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് മെയിനായിട്ട് ഇപ്പം ലിക്വിഡ് സോൾഡ് വേസ്റ്റിനകത്ത് കുറച്ചുകൂടെ നല്ല രീതിയിൽ ഇപ്പം വളരെ ഇമ്പ്രൂവ്ഡ് ആണ്, ഒരുപാട് ഇമ്പ്രൂവ്ഡ് ആണ്, ഒരു നല്ല രീതിയിൽ ഇമ്പ്രൂവ്ഡ് ആണ്. അപ്പോൾ ആ ഒരു ടെമ്പോ പോകണം എന്നുള്ളതിലാണ്, ആ രീതിയിൽ തന്നെ മുന്നോട്ട് വേണം. അപ്പം അതിൽ നമ്മളത് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഗ്യാപ്പ് അനാലിസിസ് നടത്തും. എത്രയാണ് ജനറേഷൻ, എത്ര ഇൻഫ്രാസ്ട്രക്ചർ നമുക്കുണ്ട്, ഇനി നമുക്ക് എത്ര വേണം, അതാണ് ഗ്യാപ്പ് അനാലിസിസ്. ആ ഗ്യാപ്പ് അനാലിസിസ് അനുസരിച്ചുള്ള DPR നമ്മൾ ഗവൺമെൻറ് തയ്യാറാക്കുന്നു. ആ DPR പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഗ്യാപ്പ് ഫില്ലായി. മനസ്സിലായില്ലേ? അപ്പം അതിനുള്ള ഗ്യാപ്പ് അനാലിസിസ് നമ്മൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ അത് പ്രൊജക്റ്റഡ് ടു ചിലപ്പം 2026 പോപ്പുലേഷനാകാം, അല്ലെങ്കിൽ 30 പോപ്പുലേഷനാകാം. അങ്ങനെ രീതിയിൽ പ്രൊജക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെയും കൂടെ വെച്ചിട്ടാണ് നമ്മളും ഗവൺമെൻറ്റും കൂടെ ചേർന്ന് ഒരുമിച്ചിരുന്നാണ് നമ്മൾ ആ ഗ്യാപ്പ് അനാലിസിസിനകത്തുള്ള സപ്പോർട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് അത് ചെയ്യുമ്പം PCB അതിനുള്ള എല്ലാ സപ്പോർട്ടുകളും ചെയ്ത് കൊടുക്കും. അങ്ങനെ നമ്മളൊരു ഡോസിയർ പോലെ തയ്യാറാക്കി നമ്മളത് വെച്ചിട്ട് ഗ്യാപ്പ് അനാലിസിസ് നടത്തി നമ്മൾ ചെയ്യുന്ന സമയത്ത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് സമയത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വേറെ പ്രശ്നമില്ല. അത് ആ രീതിയിൽ മുമ്പോട്ട് പോകണമെങ്കിൽ നമ്മുടെ വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോപ്പറായിരിക്കും. അപ്പം സോൾഡ് വേസ്റ്റ് ഏതാണ്ട് ഇപ്പം നല്ല രീതിയിൽ മാനേജബിളാണ്. ഒരുപാട് പ്രോജക്റ്റുകൾ ഇപ്പം ബ്രഹ്മപുരത്ത് ഇപ്പം നമ്മുടെ മറ്റേ CNG പ്ലാന്റൊക്കെ വന്നല്ലോ. അപ്പോൾ അതൊക്കെ തന്നെ വലിയൊരു നേട്ടം തന്നെയാണ് നമ്മുടെ സ്റ്റേറ്റിനെ സംബന്ധിച്ച്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ നമുക്ക് നല്ലൊരു കുഴപ്പമില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അത് വന്നാൽ തന്നെ നമ്മുടെ ആ ഒരു മെയിൻ ചലഞ്ചിൻ്റെ പ്രശ്നം മാറി. പിന്നെയുള്ള കേസ് ഞാൻ ഈ നേരത്തെ പറഞ്ഞൊക്കെ ഇപ്പം കഴിഞ്ഞ 2 വർഷത്തെ കേസ് വരികയാണെങ്കിൽ 2024 ഒരു മത്സ്യക്കുരുത്തി പ്രശ്നം ഉണ്ടായിരുന്നു. അതും ഒരുപാട് ആക്ഷൻ പ്ലാൻസ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഇടപെടേണ്ട കാര്യങ്ങളായിരുന്നു. അപ്പോൾ അത് നമ്മൾക്ക് കുറേ ഒരു പരിധി വരെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. കാര്യം ഏലൂർ ഞങ്ങൾക്ക് 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു സർവൈലൻസ് ഓഫീസുണ്ട്. ആ ഓഫീസിൽ മാക്സിമം സ്റ്റാഫിനെ ഞാൻ പുൾ ചെയ്തിട്ട് കൊടുത്തു. നൈറ്റിലൊക്കെ കുട്ടികൾ നിൽപ്പുണ്ട്, അസിസ്റ്റന്റ് എഞ്ചിനീയേഴ്സ് നൈറ്റിലൊക്കെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെയും കൂടെ നമ്മൾ അതിനകത്ത് ഇട്ട് കൊടുത്ത് മാക്സിമം സ്റ്റാഫിനെ കൊടുത്തു. അതിൻ്റെ അപെക്സ് ഓഫീസ് എന്ന് പറയുന്നത് റീജിയണൽ ചീഫ് എഞ്ചിനീയറാണ്. അവിടെ ഒരു ജില്ലാ ഓഫീസറുണ്ട്, എൻവയോൺമെൻറ്റൽ എഞ്ചിനീയർ. അപ്പോൾ അദ്ദേഹത്തിന് എല്ലാ വീക്കിലും അവിടെ വരുത്തിച്ച് ഇൻഡസ്ട്രികളുമായിട്ട് ഇൻസ്പെക്ഷൻ നടത്തി ഇൻഡസ്ട്രീസിൻ്റെ മീറ്റിങ്ങുകൾ നടത്തി അവരെ കൂടെ ചേർത്ത് നമ്മൾ ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്ത് പോയതുകൊണ്ട് കഴിഞ്ഞ വർഷം ഒരു പ്രശ്നം ഉണ്ടായില്ല. പെരിയാർ വളരെ നല്ല രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോയത്, ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല. കപ്പലപകടത്തിൻ്റെ കേസിൽ ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ തന്നെ നമ്മൾ ഈ സമയത്ത് ഇപ്പോഴും ഞങ്ങൾ കപ്പലപകടത്തിൻ്റെ സാമ്പിളിങ് നമ്മൾ പുഴ കടലിൻ്റെ തീരത്ത് നിന്ന് സാമ്പിൾ എടുക്കുന്നുണ്ട്. ആദ്യം കൊച്ചിയുടെ സദേൺ റീജിയണിലായിരുന്നു ഈ
കപ്പൽ ആദ്യം 38 നോട്ടിക്കൽ മൈൽസ് മറ്റെങ്ങാണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ആദ്യം അതിൻ്റെ ഇൻസിഡൻറ്റ് നടക്കുന്ന സമയത്ത്. പിന്നെ അത് ഡ്രിഫ്റ്റ് ചെയ്ത് കുറച്ചുകൂടെ വന്നിട്ട് ഇപ്പോൾ ഏതാണ്ട് 13 to 14 നോട്ടിക്കൽ മൈൽ ആലപ്പുഴയ്ക്കും കൊച്ചിക്കും ഇടയ്ക്ക് ആണ് നിൽക്കുന്നത്. അപ്പോൾ ഈ കടലിൻ്റെ തന്നെ ഫാക്ടർ എടുക്കുകയാണെങ്കിൽ ഒരുപാട് നമുക്ക് പറയാനുണ്ട്. അതിനകത്ത് കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു സോൺ, അവരുടെ ഒരു ജൂറിസ്ഡിക്ഷൻ വരുന്നതുണ്ട്. മാരിടൈം ബോർഡ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റിന് വരുന്ന കുറച്ച് ഏരിയ ഉണ്ട്. അത് തീരത്ത് വന്നു കഴിഞ്ഞാൽ എത്ര ബേസ് ലൈനിൽ നിന്ന് എത്ര അബ്ബേർഡിൽ ലാൻഡ് ബേർഡ് ഡയറക്ഷനിലോട്ട് വരുന്നതാണ്, ഹൈറ്റൈഡ് ലൈൻ എവിടെ നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾക്കുമുള്ള ഏരിയയുടെ ജൂറിസ്ഡിക്ഷൻ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് അത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് കപ്പലിനകത്തു നിന്നുള്ള ഈ കണ്ടെയ്നർ നമ്മൾ താഴെ നമുക്ക് വീണ് കഴിഞ്ഞപ്പോൾ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കിയത് ഈ കണ്ടെയ്നർ ലിസ്റ്റുകൾ എടുത്തിട്ട് ലിസ്റ്റിനകത്തുള്ള കുറേ എന്തൊക്കെയാണ് മെറ്റീരിയൽസ് എന്നുള്ളത് നമ്മൾ പഠിച്ച് മനസ്സിലാക്കി. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും അതുകൊണ്ടുണ്ടാകാവുന്ന പ്രശ്നങ്ങളും നമ്മൾ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതനുസരിച്ചുള്ള കാര്യങ്ങൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഒരു വിങ്, ഒരു 4-5 ഓഫീസേഴ്സുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, PCB, ഫാക്ടേഴ്സ് ആൻഡ് ബോയിലേഴ്സ്, LSGD, അതുപോലെ തന്നെ കളക്ടറുടെ ഓഫീസ്, ഇങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു കമ്മിറ്റിയാണ് ഇതിനെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ സാമ്പിൾ നമുക്ക് എടുക്കുന്നുണ്ട്. ഇപ്പോഴും കടൽത്തീര സാമ്പിളുകൾ PCB എടുക്കുന്നുണ്ട്. പിന്നെ ഈ ഷിപ്പിൻ്റെ അടുത്ത് നമുക്ക് റെസ്ട്രിക്റ്റഡ് ആണ്, അതിൻ്റെ അടുത്ത് ചെല്ലാനായിട്ട് നമുക്ക് കോസ്റ്റ് ഗാർഡ് പെർമിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടുത്തെ സാമ്പിൾ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ആ സമയത്ത് നമ്മൾക്ക് ഇനിയിപ്പം ഇൻ കേസ് എങ്ങാനും അതിൽ നിന്നുള്ള ഓയിൽ വന്നു കഴിഞ്ഞാൽ ആ കണ്ടിജൻസിനെ എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യണം, അതിന് ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ് സപ്പോർട്ട് വേണം. ഇതിപ്പോൾ തീരത്ത് ഓയിൽ വന്നു കഴിഞ്ഞാൽ അത് കണ്ടെയ്ൻ ചെയ്യാനായിട്ടുള്ള മെറ്റീരിയൽസ് അത് സോഴ്സ് ചെയ്യണം, അതെല്ലാം സെറ്റാക്കി നമ്മൾ കൊണ്ടുവരികയാണ്. എപ്പോഴാണ് വരുന്നത് അപ്പം തന്നെ ഇതിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആക്ഷൻ ചെയ്യണം. ഇനി ഒരു സർഫസ് ലെവലുള്ള ഓയിലിൻ്റെ ഒരു ഫിലിം മാത്രമാണുള്ളതെന്നുണ്ടെങ്കിൽ ഡിസ്പേഴ്സൻസ് വെച്ചിട്ട് എയർക്രാഫ്റ്റ് വഴി അതിനെ ഡിസ്പോസൻ്റ് വെച്ചിട്ട് അത് ഡിസ്പോസ് ചെയ്ത് കളയാം. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ, ഓയിലിൻ്റെ കണ്ടൻറ്റ് എങ്ങനെയാണ്, വാട്ടറിനകത്ത് ഓയിലിൻ്റെ പെർസെൻസ് എങ്ങനെയാണ് നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് കോസ്റ്റ് ഗാർഡിന് വേണ്ടി ഡയറക്ഷൻസ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ സൈമിൾട്ടേനിയസ് ആയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്തുകൊണ്ടേയിരുന്നു. അതിലിപ്പം വലിയൊരു തീവ്രതയില്ല. കാര്യം അത് മാറ്റാനുള്ള നടപടികൾ ഷിപ്പിംഗ് കമ്പനിയും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ, സെൻട്രൽ ഗവൺമെൻറ് ഉൾപ്പെടെയുള്ളവർ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോഴും ഈ കടൽത്തീര സാമ്പിളുകൾ എടുക്കുന്നുണ്ട്. പക്ഷേ തീരത്ത് ഓയിലൊന്നും വരാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ നമുക്കില്ല. പക്ഷെ നമ്മളിപ്പം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷനോഗ്രാഫിക്ക് നമ്മളിപ്പോൾ സ്റ്റഡി ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്, ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് ചെയ്യാനായിട്ട്. അവർ സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുകയാണ്, സർവേ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഇപ്പോൾ കേരള എക്സാം എഴുതി, ഇപ്പോൾ PCBയുടെ എക്സാം കഴിഞ്ഞായിരുന്നല്ലോ, അപ്പോൾ എക്സാം എഴുതിയ ആസ്പിറൻസിന് വേണ്ടിയാണ് ചോദിക്കുന്നത്. ഇപ്പോൾ ഒരു PCB ആയിട്ട് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ അവർക്കൊരു ആഗ്രഹം ഉണ്ടാവും, PCB ആയിട്ട് ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ എന്തൊക്കെ വർക്ക്സ് ആണ് എനിക്ക് ഡെയിലി വരുന്നത്, ഒരു ദിവസം വരുന്നതെന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയണ്ടേ, അതൊരു നമുക്കിങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഇന്ന് രാവിലെ വരുമ്പോഴായിരിക്കും എന്തെങ്കിലും ഒരു എമർജൻസി ചിലപ്പം പെട്ടെന്ന് ഒരിടത്ത് നമുക്കൊരു ചിലത്ത് പോകേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഡിപ്പെൻസ്, അത് മാറും. പക്ഷേ ഒരു ജനറലൈസ് ചെയ്ത് വരുന്ന കേസിലാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നത് 3 ഓഫീസിലും 3 ടൈപ്പ് ഓഫ് ഡ്യൂട്ടീസ് ആയിരിക്കും. ഹെഡ് ഓഫീസിലൊരു AE വന്ന് ചെയ്യുന്ന ജോലി ആയിരിക്കത്തില്ല ഫീൽഡ് ഓഫീസിലൊരു AE ചെയ്യുന്നത്. ഫീൽഡ് ഓഫീസിൽ AE വന്നു കഴിഞ്ഞാൽ അയാൾക്ക് എന്തൊക്കെയാണ് ഇന്ന് ഇൻസ്പെക്ഷൻസ്, അയാൾക്ക് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്, അയാളുടെ ഇൻബോക്സിനകത്ത് എത്ര കൺസെൻറ്റുകൾ പെൻഡിങ് ഉണ്ട്, അതൊക്കെ സ്റ്റാർട്ട് ചെയ്യുക, അയാളത് ഇൻസ്പെക്ഷന് പോകുക, ഫീൽഡ് ഓഫീസിന് ശേഷമുള്ള ഡേറ്റാസ് ശേഖരിക്കുക, ആ ഡേറ്റാസ് സീനിയർ ഓഫീസർക്ക് കൈമാറുക, ക്ലിയറൻസ് കൊടുക്കാമെങ്കിൽ കൊടുക്കാൻ പറ്റത്തില്ലെങ്കിൽ എന്തുകൊണ്ട് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് എഴുതുക. ഇനി ക്ലാരിഫിക്കേഷൻസ് കിട്ടണമെങ്കിൽ ലെറ്റർ എഴുതിയതിന് ശേഷം ക്ലാരിഫിക്കേഷൻസിന് വേണ്ടി കമ്മ്യൂണിക്കേഷൻ കൊടുക്കുക. സാമ്പിൾ എടുക്കണമെന്നുണ്ടെങ്കിൽ പോയി സാമ്പിൾ എടുക്കുക, ആ സാമ്പിൾ ലബോറട്ടറി ട്രാൻസ്ഫർ ചെയ്യുക, അതിൻ്റെ അനാലിസിസ് കിട്ടുന്ന രീതിയിൽ അത് വെച്ചിട്ട് നമ്മൾ ഡീകോഡ് ചെയ്തതിന് ശേഷം അതിനെ വെച്ചിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻ നടത്തുക. ആ ഇൻ്റർപ്രിട്ടേഷൻ്റെ ബേസിൽ നമുക്ക് കമ്പനികൾക്കോ അല്ലെങ്കിൽ ഇസ്റ്റാബ്ലിഷ്മെൻറ്റ്സിനോ ഡയറക്ഷൻ കൊടുക്കണമെങ്കിൽ ഡയറക്ഷൻസ് ഡ്രാഫ്റ്റ് ചെയ്യുക. ഇതെല്ലാം ഏയുടെ ജോലിയാണ്. അപ്പോൾ റീസെൻ്റായിട്ട് അവർക്ക് കൺസെൻറ്റ് കൊടുക്കാനുള്ള ഒരു പെർമിറ്റൂടെ ഒരു ഡെലിഗേഷൻ പവർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടി ഉത്തരവാദിത്തം ഉണ്ട്. അപ്പോൾ ആ ഉത്തരവാദിത്തം വരുമ്പോൾ തന്നെ എനിക്ക് ജോബ് ചെയ്യാനുള്ള അവരുടെ കോൺഫിഡൻസ് കൂടുകയാണെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. പിന്നെ മാം ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാം ഈ ഒരു പ്രൊഫഷനിലേക്ക് വരുന്ന സമയത്ത് ഇൻഡക്ഷൻ ട്രെയിനിങ് ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ അതുണ്ട്. ഇപ്പോൾ ഉണ്ട്. അത് അവർക്കൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള തീർച്ചയായിട്ടും അവർക്ക് നല്ല രീതിയിലുള്ള ഇൻഡക്ഷൻ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അത് മാത്രമല്ല, അത് പക്ഷേ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യത്തില്ല. കാര്യം ഒരുപാട് ആക്റ്റുകളും റൂൾസുകളും ഒരാഴ്ച കൊണ്ട് കുട്ടികൾക്ക് അങ്ങോട്ട് ഫീഡ് ചെയ്യുമ്പോൾ അവർക്ക് ആദ്യമായിട്ട് വരുമ്പോൾ അവർക്കത് പക്ഷേ ഗ്രാജുവലി അത് മനസ്സിലാക്കിയ ഒരു കുട്ടിയാണെങ്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അത് പതുക്കെ അത് മനസ്സിലാക്കി ചെയ്യാൻ പറ്റും. ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് മാത്രമല്ല, നമ്മുടെ ഓഫീസേഴ്സ് നല്ല രീതിയിൽ അവർക്ക് സീനിയർ ഓഫീസേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ
ഇപ്പോൾ PCB ഈ ജോബിനെ പറ്റി പറയുകയാണെങ്കിൽ അത് കൂടുതലായിട്ടും ടെക്നിക്കലാണോ അതോ അഡ്മിനിസ്ട്രേറ്റീവ് ആണോ കറക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ? അസിസ്റ്റന്റ് എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ച് ശരിക്കും ടെക്നിക്കൽ തന്നെയാണ്. അതായത് ഒരു 80 to 85% ടെക്നിക്കൽ തന്നെയാണെന്ന് പറയാം. അഡ്മിനിസ്ട്രേഷൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലാതില്ല. കാര്യം ജില്ലാ ഓഫീസർ ഒരു ടെക്നിക്കൽ ഓഫീസർ ആണെങ്കിലും ഈസ് ഓൾസോ ഹെഡ് ഓഫ് ഓഫീസ്. ഹെഡ് ഓഫ് ഓഫീസർ ആകുമ്പോഴത്തേനും അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു പാർട്ട് കൂടെ വരും. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ആ ജില്ലാ ഓഫീസിലെ ഓഫീസറുടെ ആ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആകുമ്പോൾ ആ ഓഫീസർക്ക് വേണ്ടിയിട്ടുള്ള അഡ്മിനിസ്ട്രേഷൻ ഇങ്ങനെയുള്ള ഒരു സപ്പോർട്ടും കൂടി ഈ എമാർക്ക് ചെറിയ രീതിയിൽ കൊടുക്കേണ്ടി വരും. അവിടെ അഡ്മിനിസ്ട്രേഷൻ അക്കൗണ്ട്സ് വിങ്ങുകൾ ഉണ്ടെങ്കിലും അത് ഗവൺമെൻറ്, അത് നമ്മുടെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ അക്കൗണ്ട് അല്ലാത്ത രീതിയിലുള്ള ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡുമായിട്ട് അല്ലെങ്കിൽ കൺട്രോളിങ്ങുമായിട്ട് ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേഷൻ്റെ കേസ് നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഓഫീസേഴ്സിന് വേണ്ട രീതിയിലുള്ള എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് രീതിയിലുള്ള സപ്പോർട്ടുകളും ചിലപ്പം അസിസ്റ്റന്റ് എഞ്ചിനീയേഴ്സിന് പൊല്യൂഷൻ കൺട്രോളിങ്ങിനുള്ള അഡ്മിനിസ്ട്രേഷനാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് ചിലപ്പം അത് എന്താ പറയുക ഇവഞ്ച്വലി അവർ പഠിക്കും, അത് ചെയ്ത് തന്നെ വന്നോളും. അതുകൊണ്ട് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ എപ്പോഴും ടെക്നിക്കലായിരിക്കും കൂടുതലായിട്ട് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇൻഡസ്ട്രീസിനാണെങ്കിൽ കൺസെൻറ്റ് ടു ഓപ്പറേറ്റ് അല്ലെങ്കിൽ കൺസെൻറ്റ് ടു എസ്റ്റാബ്ലിഷ് എന്നുള്ളത് ആ ഒരു പ്രോസസ്സിൽ അത് കൊടുക്കുന്നതിനുള്ള പ്രോസസ്സിൽ എമാരുടെ റോള് എങ്ങനെയാണെന്നൊന്ന് പറയാമോ? അവരുടെ കേസിൽ ഇതാണ്, അവർക്കിപ്പോൾ ഒരു കൺസെൻറ്റിന് ഒരു അപേക്ഷ നമുക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കൺസെൻറ്റ് അപേക്ഷകൾ ആദ്യം തന്നെ സ്ക്രൂട്ടിനി ചെയ്യുക. ആ സ്ക്രൂട്ടിനിൽ നമ്മളുടെ മാൻഡേറ്ററി ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കിട്ടിയിട്ടുണ്ടെങ്കിൽ ദാറ്റ്സ് എ കംപ്ലീറ്റഡ് ആപ്ലിക്കേഷൻ. ഇൻ കേസ് ഇത് ഇൻകംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് റിട്ടേൺ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം വാങ്ങിക്കുകയാണ്. ഓൺസ് ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫീൽഡിൽ ഇൻസ്പെക്ഷന് പോകും. ഇൻസ്പെക്ഷന് ചിലപ്പം പോകേണ്ടാത്ത കേസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ആ രീതിയിൽ തന്നെ SOP അനുസരിച്ച് ചെയ്യാം. ഫീൽഡ് ഓഫീസിൽ പോയിട്ട് ഫീൽഡ് ഇൻസ്പെക്ഷനൊക്കെ നടത്താം. ചിലപ്പം എസ്റ്റാബ്ലിഷ്മെൻ്റ് ആകാം അല്ലെങ്കിൽ ഓപ്പറേറ്റ് ആകാം. എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു വേക്കൻറ്റ് ലാൻഡ് മാത്രമേ കാണത്തുള്ളൂ. ആ ലാൻഡിൽ എവിടെയാണ് ഇൻഡസ്ട്രീസ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യുക. അതിന് ചുറ്റുമുള്ള വാട്ടർ ബോഡീസ് ഉണ്ടോ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ഉണ്ടോ, എന്തെങ്കിലും അങ്ങനെ വളറബിളായിട്ടുള്ള സംഭവങ്ങൾ ഈ ഇൻഡസ്ട്രി വന്നുകൊണ്ടാൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന ലൊക്കേഷൻസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കുക. അത് നമ്മളിപ്പം നോക്കുമ്പോൾ ഒരു എൻവറോൺമെൻറ്റൽ എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു പോയിന്റ് മാത്രമാണ് നോക്കണം. നമ്മൾ ചുറ്റും ഒരു സറൗണ്ടിങ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. അപ്പോൾ ആ ഇൻഡസ്ട്രി വന്നാൽ എന്തായിരിക്കും ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. അതിനുശേഷം അത് എസ്റ്റാബ്ലിഷ്മെൻറ്റിൻ്റെ കേസിൽ അതേ യൂണിറ്റ് 6 മാസം അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ട് അവർ അതിൻ്റെ ഓപ്പറേഷൻ സ്റ്റേജ് ആകുമ്പം അന്നേരം പോകുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ നോക്കേണ്ടത് ചിലപ്പം ആദ്യം പോയ കാര്യമല്ല. നമ്മൾ അന്ന് പോയപ്പം കുറേ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇന്ന രീതിയിൽ ചെയ്യണം, DJ സെറ്റ് ഇന്നടുത്ത് വെക്കണം, ETP ഇന്നടുത്ത് ചെയ്യണം, നിങ്ങളുടെ ഡിസ്ചാർജ് ഇന്നടത്തോട്ട് വിടാവും എന്നൊക്കെ ചില ലൊക്കേഷൻസ് ഉണ്ടാവും. അവിടെ അത് തന്നെയാണോ അവർ ചെയ്തെന്നുള്ളത് നമ്മൾ മോണിറ്റർ ചെയ്യണം, വെരിഫൈ ചെയ്യണം. ഇനി വെരിഫൈ ചെയ്തിട്ട് അതില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ അവരോട് വിശദീകരണം ചോദിക്കുക. അതിന് ശേഷം അവർക്ക് ഓപ്പറേഷൻ കൊടുക്കുക. ഇനി ഓപ്പറേഷൻ കൊടുത്താലും തീർന്നില്ല, റുട്ടീനായിട്ട് നമ്മൾ പോയിട്ട് ചെക്ക് ചെയ്യണം അവരുടെ സ്റ്റാക്കിൽ നിന്നുള്ള എമിഷൻ ഓക്കെയാണോ, ഡിസ്ചാർജ് ക്വാണ്ടിറ്റിയിലുള്ള എഫ്ലുവൻറ്റ് കോൺസെൻട്രേഷൻ കൂടുതലാണോ, അതിൻ്റെ ക്വാണ്ടിറ്റി ഡിസ്ചാർജ് കറക്റ്റ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാം. ചില സമയത്ത് അതിന് ശേഷം ആയിരിക്കും ചിലപ്പോൾ ഒരു വീടുകൾ അതിനടുത്ത് വരുന്നത്. വീട് വയ്ക്കാൻ അവർക്ക് റൈറ്റ് ഉണ്ട്. ഇൻഡസ്ട്രി ഇരിക്കുന്ന പറഞ്ഞാൽ എനിക്കിപ്പോൾ എൻ്റെ സ്ഥലത്തിനടുത്ത് വീട് വയ്ക്കാൻ എനിക്ക് റൈറ്റ് ഉണ്ട്. അപ്പോൾ ആ റൈറ്റ് അത് വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, അപ്പോൾ ഇൻഡസ്ട്രീസിൻ്റെ കൺട്രോൾ മെഷേഴ്സ് കുറച്ചുകൂടെ നമ്മൾ മുറുക്കണം. മനസ്സിലായില്ലേ? അപ്പം അവർക്ക് പ്രശ്നം ഉണ്ടാവരുത്, ഇൻഡസ്ട്രിക്ക് പ്രശ്നം, നമുക്ക് രണ്ടും വേണം. PCB ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ബയസ്ഡ് ആവരുത്. അവർ സെൻട്രലിൽ നിൽക്കുക. 50 to എൻവയോൺമെന്റിലും 50 to ഇൻഡസ്ട്രി മീൻസ് സസ്റ്റൈനബിൾ എന്ന് പറയുന്ന രീതിയിലോട്ട് പോകണം. അപ്പം എത്ര സസ്റ്റൈനബിൾ കൺട്രോൾ മെഷേഴ്സ് എടുത്തിട്ട് ഈ പ്രശ്നമില്ലാത്ത രീതിയിൽ നോക്കുക എന്നുള്ളതാണ്. അപ്പം വളരെ പർട്ടിക്കുലറായിട്ട് നമ്മൾ അൺബയസ്ഡായിട്ട് നിന്നിട്ട് വേണം ചെയ്യാനായിട്ട്. പരാതിക്കാരുണ്ടെങ്കിൽ അവരുടെ കാര്യം കേൾക്കുക, ഇൻഡസ്ട്രീസിൻ്റെ കാര്യം കേൾക്കുക. പക്ഷേ നമ്മൾ അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് അതിനെങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പം പരാതിക്കാർ പറഞ്ഞ് ജെന്യുവൻ ആണ് എങ്കിൽ ഇൻഡസ്ട്രീസ് റിപ്പോർട്ട് പറയുക അവർക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നിങ്ങൾ കൺട്രോൾ മെഷേഴ്സ് കുറച്ചും കൂടെ ഒന്ന് കൂട്ടണം, അല്ലെങ്കിൽ വേറൊരു പുതിയ ടെക്നോളജി കൊണ്ട് നിങ്ങൾ വെക്കൂ എന്ന് പറയാനുള്ള റൈറ്റ് PCBക്ക് ഉണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം തന്നെ ചോദിക്കാം. ഇപ്പോൾ ഇൻഡസ്ട്രീസ്, അതുപോലെ ലോക്കൽ ബോഡീസ്, പൊതുജനങ്ങൾ, ഇവരുമായിട്ടൊക്കെയാണ് ഒരു എയ്ക്ക് ഇൻട്രാക്ട് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഒരു എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ എന്നുള്ള രീതിയിൽ പുതുതായിട്ട് വരുന്നവർക്ക് മാം എന്തായിരിക്കും ഒരു ഉപദേശം നൽകുന്നത്? ഇൻഡസ്ട്രീസിൻ്റെ കേസിൽ നമ്മൾ ആദ്യം ഒരു ഇൻസ്പെക്ഷന് പോകുമ്പം നമ്മൾ വെറുതെ ബ്ലാങ്കായിട്ട് പോകരുത്. എനിക്കതാണ് ആദ്യം പറയാനുള്ളത്. ഇപ്പം ഞാനൊരു കെമിക്കൽ ഇൻഡസ്ട്രിയാണ്, അല്ലെങ്കിൽ ഒരു വേറെ ഒരു ടൈപ്പ് ഓഫ്, ഇപ്പം നമുക്കിപ്പം നമ്മുടെ അപ്പം കംപ്ലീറ്റ് സ്റ്റേറ്റ് എടുക്കുകയാണെങ്കിൽ ഡിസ്ട്രിക്റ്റ് വൈസ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസ് ഉണ്ടല്ലേ. ഇപ്പം കൊല്ലം എടുക്കുകയാണെങ്കിൽ ക്യാഷ് ഇൻഡസ്ട്രീസ് ആയിരിക്കും, ആലപ്പി കോയർ ഇൻഡസ്ട്രീസ് ആയിരിക്കാം, പാലക്കാട് സ്റ്റീൽ ഇൻഡസ്ട്രീസ് ആയിരിക്കാം. അങ്ങനെ ഈ ഡിസ്ട്രിക്റ്റ് അനുസരിച്ചുള്ള ചില ഇൻഡസ്ട്രീസുകളുണ്ടാകും. അതല്ലാതെ ഇപ്പോൾ കൊച്ചിയിൽ വേണമെങ്കിൽ വെറൈറ്റി ഇൻഡസ്ട്രീസ് ഉണ്ട്, വലിയ വലിയ ഇൻഡസ്ട്രീസ് ഉണ്ട്, ഓയിൽ റിഫൈനറീസ് ഉണ്ട്, FACT, ഇങ്ങനെയുള്ള ഒരുപാട് ഇൻഡസ്ട്രീസ് കൊച്ചിയിലുണ്ട്. ട്രിവാൻഡ്രം എടുക്കുകയാണെങ്കിൽ ഇവിടെ ടിപ്പിക്കലായിട്ടുള്ള മറ്റേ ടൈറ്റാനിയം കമ്പനിയുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ക്ലേ ഇതുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള യൂണിറ്റുകളുണ്ട്.
അപ്പം നമ്മൾ ഏത് ഇൻഡസ്ട്രി പോയാലും ആദ്യം ചെയ്യേണ്ട ഇൻഡസ്ട്രിയെക്കുറിച്ച് പഠിച്ചിട്ട് പോവുക. പഠിച്ചിട്ടെന്ന് പറഞ്ഞാൽ മൊത്തം പഠിക്കാൻ പറ്റില്ല. ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഹോംവർക്ക് ചെയ്ത് ആ ഇൻഡസ്ട്രി എന്താണ്, അവിടെ എന്താണ് പ്രൊഡക്ഷൻ, എന്താണ് റോ മെറ്റീരിയൽ, എന്തൊക്കെയായിരിക്കും അവിടെ ഉണ്ടാകാവുന്ന എമിഷൻസ്, എന്തൊക്കെയായിരിക്കും അവിടുത്തെ എഫ്ലുവൻറ്റ്, ആ എഫ്ലുവൻറ്റിൽ എന്തൊക്കെ പാരാമീറ്റേഴ്സ് ഉണ്ടാകാം. ഇവിടെ ബേസിക് സിവിൽ എഞ്ചിനീയർ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് വായിച്ചാൽ മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ ആ ഇൻഡസ്ട്രിയെക്കുറിച്ചൊന്ന് പഠിച്ച് അല്ലെങ്കിൽ ഒന്ന് റെഫർ ചെയ്ത് ഒരു നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് തന്നെ അല്ലെങ്കിൽ ചാറ്റിലൊക്കെ പോയി ഇഷ്ടംപോലെ ഡീറ്റെയിൽസ് കിട്ടും. നമ്മൾ മനസ്സിലാക്കിയിട്ട് പോവാം. ആ ഒരു പിക്ചർ വെച്ചിട്ട് വേണം ഇൻഡസ്ട്രി ഇൻസ്പെക്ഷൻ നടത്താൻ. ഇൻഡസ്ട്രീസിൻ്റെ അടുത്ത് ചെല്ലുമ്പം വി ആർ എ റെഗുലേറ്ററി ബോഡി. അപ്പം തന്നെ ഇൻഡസ്ട്രീസ് നമ്മളോട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചതുമായിട്ട് അവരോട് നമ്മളൊന്ന് നമ്മുടെ മനസ്സിലുണ്ടാണ്. അത് വെച്ച് നമ്മൾ കോറിലേറ്റ് ചെയ്തിട്ടുള്ളൊരു അസസ്മെൻ്റാണ് നമ്മൾ നടത്തേണ്ടത്. ആ അസസ്മെൻറ്റ് നടത്തിയതിന് ശേഷം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവരോട് ചോദിക്കാം. ഇതിങ്ങനെയല്ലേ, അല്ലെങ്കിൽ മാസ് ബാലൻസ് പ്രകാശം ഇത്ര റോ മെറ്റീരിയൽസ് വന്നാൽ ഇത്ര പ്രോഡക്റ്റ് അല്ലേ, ബാക്കി സാധനങ്ങൾ എങ്ങോട്ട് പോയി, ഇങ്ങനെയുള്ള ഒരു ഇൻട്രാക്ഷൻ ഒരു എഞ്ചിനീയർ പഠിച്ചിരിക്കണം. അല്ലാതെ വെറുതെ അവർ പറയുന്ന കേട്ടുകൊണ്ട് നിൽക്കാതെ നമുക്ക് ഒരു ടെക്നോളജിക്കൽ ഒരു പ്രൊഫഷണൽ ഓഫീസർ ചെന്നിട്ട് സംസാരിക്കുന്ന രീതിയിൽ നമ്മൾ അതേ രീതിയിൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ ആ ഇൻഡസ്ട്രീസിന് നമ്മളോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം, നമ്മളൊരു ഓഫീസറാണ് എന്നുള്ള കാര്യങ്ങൾ അവർക്കും നമ്മളെ അവർ വിലമതിക്കത്തുള്ളൂ. ആ ഒരു രീതിയിലാണ് നമ്മൾ നടത്താൻ. പിന്നെ ആ ഒരു ഇൻഡസ്ട്രി അത് മാത്രം ചെയ്യില്ല, അവിടെ നമുക്ക് സ്റ്റാക്ക് ചെയ്യണമെങ്കിൽ സ്റ്റാക്ക് ചെയ്യണം, ആംബിയൻ മോണിറ്ററിങ് ചെയ്യണമെങ്കിൽ ചെയ്യണം. അങ്ങനെയുള്ള എല്ലാ ഓവറോൾ കാര്യങ്ങളാണ് ഇൻഡസ്ട്രീസിൽ ചെയ്യേണ്ടത്. പിന്നെ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റിനോട് അല്ലെങ്കിൽ ഇൻഡസ്ട്രീസിൻ്റെ ആൾക്കാരോട് നമ്മൾ സംസാരിക്കുന്ന ആ ഒരു രീതിയിലായിരിക്കും അവരുടെ ഫീഡ്ബാക്കും തരുന്നത്. ഇപ്പം നല്ല റാപ്പ് നമ്മൾ ഉണ്ടാക്കണം. അല്ലാതെ നമ്മുടെ കയ്യിൽ ഇപ്പം നിയമത്തിൻ്റെ വെപ്പൺസുകളെ കയ്യിരിക്കുകയാണ്, അടിക്കാനും ചാടാനും ചെന്നിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നമുക്ക് ഇൻഫർമേഷൻസ് നമുക്കും അവരും ചിലപ്പം പറയാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നല്ല ഒരു ഓഫീസറായിട്ട് നമ്മൾ ചെന്ന കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമ്മൾക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. നമ്മൾ മാക്സിമം എന്താ ചെയ്യേണ്ടത്, അവരെ ഹെൽപ്പ് ചെയ്ത്, നമുക്ക് ഇൻഡസ്ട്രി വേണം അല്ലേ, അപ്പോൾ ഹെൽപ്പ് ചെയ്ത് അവർക്ക് പൊല്യൂഷൻ നമ്മൾ കുറച്ച്, പക്ഷേ ബട്ട് വി ആർ എൻ എൻവയോൺമെൻറ്റൽ ഓഫീസറാണ്. അപ്പോൾ നമ്മുടെ പെർസ്പെക്റ്റീവ് എപ്പോഴും എൻവയോൺമെൻറ്റിൻ്റെ പ്രൊട്ടക്ഷൻ ആയിരിക്കണം, എന്നാൽ ഇൻഡസ്ട്രീനെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യരുത്. ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്യുന്ന രീതിയിലുള്ള മൈൻഡ് സെറ്റപ്പ് ഡെവലപ്പ് ചെയ്ത രീതിയിൽ വന്നിട്ട് വേണം നമ്മുടെ ഇൻഡസ്ട്രിയിലോട്ട് പോകാനായിട്ട്. അത് ഗ്രാജുവലി പഠിക്കും, പക്ഷേ എങ്കിലും നമ്മൾ തുടക്കത്തിൽ അത് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, അതിപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ആ ഇൻഡസ്ട്രിയിൽ പോയെങ്കിൽ അടുത്ത പ്രാവശ്യം നമ്മൾ കുറച്ചും കൂടെ നമ്മൾ മിടുക്കരാവും. അതെ, അതാണ് ഇൻഡസ്ട്രീസിൻ്റെ കേസിൽ. പിന്നെ പറഞ്ഞതായിരുന്നു പൊതുജനങ്ങൾ. പബ്ലിക്കിനെ നമുക്കറിയാമല്ലോ, ചിലപ്പം അവർ അപേക്ഷകളുമായിട്ട് വരുന്നവരുണ്ടാകാം, അല്ലെങ്കിൽ അവരുടെ മറ്റ് ചില ലൈസൻസുകൾ അല്ലെങ്കിൽ പരാതികൾ പറയുന്നവരായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സജഷൻസ് പറയുന്നവരായിരിക്കാം. ചിലപ്പം നമുക്ക് നല്ല രീതിയിൽ അവർ എന്തെങ്കിലുമൊക്കെ മോട്ടിവേഷനായിട്ട് ഇങ്ങനെ പല രീതിയിലുള്ള പബ്ലിക്കുകൾ നമ്മളോട്ട്. പബ്ലിക് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് വി ആർ എ പബ്ലിക് സർവൻറ്റ്. നമ്മളൊരു പബ്ലിക് സർവൻ്റാണ്. ഓഫീസർ ആണെങ്കിലും പബ്ലിക്കിനെ മാക്സിമം റെസ്പെക്റ്റ് കൊടുക്കുക, അവരുടെ പറയുന്ന കാര്യങ്ങൾ ക്ഷമയോടെ കേൾക്കുക, അവർ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നിയമത്തിൻ്റെ വശത്ത് നിന്ന് ചെയ്തു കൊടുക്കാവുന്ന സപ്പോർട്ടുകൾ മാക്സിമം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രശ്നമില്ല, കാര്യങ്ങൾ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഇനി ആരാണ് ലോക്കൽ ബോഡീസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ലോക്കൽ ബോഡീസ് നല്ല രീതിയിൽ നമ്മൾ സപ്പോർട്ടാണ്, നല്ല രീതിയിൽ നമ്മൾ അങ്ങ് ഒരു നല്ല ഇൻട്രാക്ഷനാണ് പോകുന്നത്. അപ്പോൾ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ എന്ന് വെച്ചാൽ നമുക്കറിയാം ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാണ് പറയുന്നത്. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വേസ്റ്റ് മാനേജ്മെൻറ്റ് കേസിൽ, സാനിറ്ററി കാര്യങ്ങളുടെ കേസിൽ. അപ്പോൾ ഈ സോളിഡ് ആണെങ്കിലും ലിക്വിഡ് ആണെങ്കിലും മറ്റേത് ടൈപ്പ് ഓഫ് വേസ്റ്റ് മാനേജ്മെൻറ്റിലും ലോക്കൽ ബോഡീസിന് ഒരു ഉത്തരവാദിത്വമുണ്ട്. ഇപ്പോൾ സോൾഡ് വേസ്റ്റിൻ്റെ റൂൾ തന്നെ എടുത്തു കഴിഞ്ഞാൽ നേരത്തെ അങ്ങനെ ഉണ്ടായിരുന്നില്ല. 2016 റൂള് റീപ്ലേസ് ചെയ്ത് വന്നപ്പോഴത്തേന് അതിനകത്ത് അവർക്ക് കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ അവരുടെ ഉത്തരവാദിത്തങ്ങളെ അവരെ പറഞ്ഞ് ബോധവൽക്കരിക്കുക, അവർക്ക് അവയർനെസ് കൊടുക്കുക, അവരെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ അവരെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചല്ല ചെയ്യേണ്ടത്. നമ്മൾ നമ്മുടെ ടെക്നിക്കൽ കാര്യം, അവർക്ക് അത്രയും ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ചിലപ്പം ഉണ്ടാവില്ല. നമ്മളത് പറഞ്ഞു കൊടുത്തിട്ട് ഇന്ന രീതിയിലാണ് ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കുക. അവിടെയാണ് നമ്മുടെ മിടുക്ക്. അത് ചെയ്യിപ്പിച്ചെടുപ്പിക്കുക എന്നുള്ളതാണ്. ആ ഒരു കാര്യത്തിൽ നമ്മൾ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ കുഴപ്പം. നല്ല രീതിയിൽ നമ്മൾ LSD ആയിട്ട് ചെന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പം നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ വേറെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഇപ്പോൾ PWD പോലുള്ള ഡിപ്പാർട്ട്മെൻറ്റിനെ അപേക്ഷിച്ച് PCBയിലേക്ക് വരുമ്പോൾ ജോലി സ്വഭാവം കുറച്ച് വ്യത്യാസം ഉണ്ടാവില്ലേ? അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് പറയാമോ? PWD എന്ന് പറയുന്നത് ഒരു ഇംപ്ലിമെൻറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ്, എക്സിക്യൂട്ടീവ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അവിടെ ചെയ്യുന്നതല്ല. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ ശരിക്കും ഡയറക്ഷൻസ് കൊടുക്കുകയാണ്, നിങ്ങൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, ടെക്നിക്കൽ അഡ്വൈസ് കൊടുക്കുകയാണ്. അതാണ് ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ലോ എൻഫോഴ്സ്മെൻറ്റ് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെതായ ചില വ്യത്യാസങ്ങൾ ഈ എക്സിക്യൂട്ടീവ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് വ്യത്യാസം ഉണ്ടായിരിക്കും. അതുകൊണ്ട് അതേ ജോലി ഇവിടുത്തെ ജോലി നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതൊരു വേറൊരു ടൈപ്പാണ്. ഞാൻ പറഞ്ഞില്ലേ 24/7 ഞങ്ങളുടെ ജോലി. ഏകദേശം ചിലപ്പോൾ നമ്മൾ രാത്രിയിൽ കിടക്കുമ്പോഴായിരിക്കും നമുക്കൊരു പരാതി വിളിച്ചു തരുന്നത്. പക്ഷേ റെസ്പോൺസിബിൾ എൻവയോൺമെൻറ്റൽ ഓഫീസർ എന്നുള്ള രീതിയിൽ നമ്മളത് ഏറ്റെടുത്തേ പറ്റത്തുള്ളൂ. അതായത് ഇപ്പോൾ നൈറ്റ് ടൈമാണ്, എൻ്റെ ടൈം എല്ലാം നമുക്ക് മാറി നിൽക്കാൻ പറ്റത്തില്ല.
അപ്പം അങ്ങനത്തെ ഒരു ടൈപ്പാണ്. ഇപ്പം PWD കേസിലാണെങ്കിൽ വർക്ക് എക്സിക്യൂട്ട് ചെയ്യുന്ന ആ സമയത്ത് അല്ലെങ്കിൽ ആ ഒരു റോഡ് വർക്ക് കഴിഞ്ഞ് അവിടെ തീർന്നു. അതിൻ്റെ ഫോളോ അപ്പ് മെയിൻ്റനൻസ് വേറെ വരുന്നുണ്ട്. പക്ഷേ PCBയുടെ കേസ് എന്നത് അങ്ങനെയല്ല. ഏത് രീതിയിൽ എപ്പം വേണമെങ്കിലും നമുക്കൊരു ഒരു വർക്ക് വരാം, ജനറൽ റുട്ടീൻസ് കൂടാതെ. അപ്പോൾ അതിൽ നമ്മൾ എപ്പോഴും ആ ഒരു എക്സ്പെക്റ്റേഷനിൽ ഇരിക്കുക, ബി റെഡി വിത്ത് ദ കണ്ടിജൻസി വർക്ക്. അതിലെപ്പോഴും നമ്മുടെ മൈൻഡ് സെറ്റിനെ അങ്ങനെ ആക്കി വയ്ക്കുക. അപ്പം അതൊരു ബുദ്ധിമുട്ടായിട്ട് വിചാരിക്കരുത്. അത് എൻ്റെ ജോലിയുടെ പാർട്ടാണെന്നും അതൊരു പാഷനായിട്ട് എടുത്ത് ചെയ്യുകയാണെങ്കിൽ ആ ബുദ്ധിമുട്ടൊരു ബുദ്ധിമുട്ടേ അല്ല. റിയൽ ടൈം പൊല്യൂഷൻ മോണിറ്ററിംഗ് സിസ്റ്റംസ്, അതുപോലെ ഓൺലൈൻ മോണിറ്ററിംഗ്, GIS തുടങ്ങിയ ടെക്നോളജീസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിപ്പോൾ PCBയിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? റിയൽ ടൈം നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് നേരത്തെ മാനുവൽ മോണിറ്ററിംഗ് ആയിരുന്നു. നമ്മൾ ഫീൽഡിൽ പോയി സാമ്പിൾ എടുത്തു, അനാലിസിസ് നടത്തി ചെയ്യുന്ന രീതിയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. ഒരു 10-15 വർഷത്തിന് മുമ്പ് നമ്മൾ റിയൽ ടൈം സ്റ്റാർട്ട് ചെയ്തു. റിയൽ ടൈം മോണിറ്ററിങ്ങിന് ഇപ്പം എഫ്ലുവൻറ്റ് ഡിസ്ചാർജിൻ്റെ പോയിന്റിലാണെങ്കിൽ സെൻസർ ഡിപ്പ് ചെയ്തതിന് ശേഷം ആ സെൻസർ വെച്ചിട്ടുള്ള മോണിറ്ററിങ് വെച്ചിട്ടാണ് ഡിജിറ്റലൈസ് ചെയ്തതിന് ശേഷം ആ റിസൾട്ട് വെച്ച് നമ്മൾ കോറിലേറ്റ് ചെയ്യുകയാണെന്നുള്ളത്. അതിനായിട്ടുള്ള എംപാനൽഡ് ആയിട്ടുള്ള ഏജൻസീസിനെ കൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. അതിന് ഒരുപാട് പ്രൊസീജിയറുണ്ട്. പല കമ്മിറ്റികൾ പലവട്ടമുള്ള മൾട്ടിപ്പിൾ ഡിസ്കഷൻ്റെ ബേസിസിലാണ് അതിനെ ഒരു ഫൈനൽ സെലക്ഷനിലോട്ട് അതിൻ്റെ സ്റ്റാൻഡേർഡ് തന്നെ സ്പെക്ക് തന്നെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ആ സ്പെക്ക് ഡിസൈൻ ചെയ്തതിന് ശേഷം ടെൻഡർ വിളിക്കുകയാണ്. ചിലപ്പോൾ അത് ഗ്ലോബൽ ടെൻഡർ ആവാം, അല്ലെങ്കിൽ നമ്മൾ നോർമൽ ടെൻഡർ ആവാം. ആ ടെൻഡറിൽ വിളിച്ചിട്ടുള്ള രീതിയിലുള്ള അതിന് ശേഷം ആ കമ്മിറ്റി CPCB ഉൾപ്പെടെയുള്ള കമ്മിറ്റികൾ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷമാണ് അതിന് നമ്മൾ വർക്ക് ഓർഡർ കൊടുക്കുന്നത്. അതിൽ നമ്മൾ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുക. അതിപ്പം വാട്ടറിൻ്റെ കേസിലാണെങ്കിലും അത് ഡിസ്ചാർജ് പോയിന്റിൽ നമ്മൾ വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ PCB അല്ലാതെ നമ്മുടേതായിട്ടുള്ള സാമ്പിളിംഗ് ഉണ്ട്. എയർ ക്വാളിറ്റിയുടെ കേസിലാണെങ്കിൽ ഇൻഡസ്ട്രിയൽ സ്റ്റാക്ക് മോണിറ്ററിംഗ് തന്നെ സ്റ്റാക്കിൻ്റെ കൺട്രോൾ മെഷേഴ്സിന് ശേഷം സ്റ്റാക്കിലോട്ട് പോകുന്നതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ ഈ സെൻസർ വെച്ചതിന് ശേഷം സ്റ്റാക്ക് മോണിറ്ററിംഗ്. അപ്പോൾ റിയൽ ടൈം മോണിറ്ററിംഗ് എയറിൻ്റെ കേസിലും ഉണ്ട്, വാട്ടറിൻ്റെ കേസിലും ഉണ്ട്. പിന്നെ ആംബിയൻ്റെ കേസിലാണെങ്കിൽ എയറിൻ്റെ കേസിൽ ആംബിയൻ മോണിറ്ററിംഗ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ പുഴയിൽ, ഇപ്പോൾ കരമനയിൽ നമ്മൾ സാമ്പിൾ വെച്ചിട്ടുണ്ട്, പെരിയാറിൽ നമ്മൾ മോണിറ്ററിംഗ് വെച്ചിട്ടുണ്ട്. അതൊക്കെ റിയൽ ടൈമാണ്. ഇപ്പോൾ എയറിൻ്റെ കേസിലെന്ന് പറഞ്ഞാൽ കൂടുതലും നമ്മളിപ്പം എയർ ക്വാളിറ്റിയുടെ അല്ല പല മോണിറ്ററിംഗ്, ഇപ്പം നമ്മുടെ മെയിനായിട്ടുള്ള ഓക്സൈഡ്സ്, സൾഫർ ഓക്സൈഡ്സ്, നൈട്രജനൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പർട്ടിക്കുലർ മാറ്റേഴ്സ് ഒക്കെ ചെയ്യുന്നത് അതിന് ഓരോ ടെക്നോളജി അനുസരിച്ചാണ്. അതിന് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗിൽ പ്രഗത്ഭരായുള്ള ആൾക്കാരുടെ സൂപ്പർവിഷനിലുള്ള രീതിയിലാണ് അവരത് സൂപ്പർവൈസ് ചെയ്ത് അവരതിൻ്റെ ഏജൻസിനെ കൊണ്ട് അവർ ചെയ്യിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഓഫീസേഴ്സിൽ ചില ഉദ്യോഗസ്ഥർക്ക്, ചില അസിസ്റ്റന്റ് എഞ്ചിനീയേഴ്സ് ചിലപ്പോൾ ഈ ഒരു വിങ്ങിലായിരിക്കും ഇട്ടേക്കുന്നത്. അവരുടെ ജോലി അവിടെ പോയി നോക്കുക, അത് മോണിറ്ററിങ് കറക്റ്റാണെന്ന് നോക്കുക, അത് വെരിഫൈ ചെയ്യുക, അതിനകത്ത് എന്തെങ്കിലും ആരെങ്കിലും മാൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി അവർക്ക് പറഞ്ഞു കൊടുക്കുക, അത് കണ്ടുപിടിക്കുക, ലെറ്റർ കൊടുക്കുക. അങ്ങനത്തെ രീതിയിലായിരിക്കും അവിടെ വർക്ക് ചെയ്യുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയേഴ്സിൻ്റെ ജോലി. അപ്പോൾ അത് രീതിയിൽ മാറിപ്പോൾ. പിന്നെ GISൻ്റെ കേസിലാണ് GIS വെച്ച് നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മളെ ഒരുപാട് ഡേറ്റാസ് ഉണ്ടെങ്കിലും ആ ഡേറ്റ നമ്മളിപ്പം നമ്മുടെ കസ്റ്റമൈസ് ചെയ്യുന്ന രീതിയിൽ നമ്മളൊരു പോർട്ടലാക്കിയിട്ടുണ്ട് സോഫ്റ്റ്വെയർ. നമുക്ക് ഏത് രീതിയിലാണ് ഗ്രാഫ് വേണ്ടത് ആ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാം. GIS വെച്ചിട്ട് നമ്മളിപ്പം കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. GIS വെച്ചിട്ട് നമ്മളിപ്പം ഈ ഇൻഡസ്ട്രീസിനെ ലൊക്കേറ്റ് ചെയ്യുക, റെഡ് കാറ്റഗറി ഇൻഡസ്ട്രീസ് എത്രയുണ്ടെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിൻ്റെയൊക്കെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റായിട്ട് നമ്മളിപ്പം AI ടെക്നിക്സ് വെച്ചിട്ട് നമ്മളിപ്പം ഈ സാമ്പിളിംഗ് ചെയ്യാനുള്ളൊരു ടെക്നിക്സ് പെരിയാറിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാര്യം പെരിയാറിൽ ഇപ്പോൾ ഒരു പ്രശ്നം വന്നാൽ നമുക്ക് ഒരുപാട് ഇൻഡസ്ട്രീസ് ഉള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് AI വെച്ചിട്ടുള്ള സെൻസേഴ്സ് നമ്മൾ വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട്, അതിപ്പോൾ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ആയിട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് വെച്ചിട്ട് ഇപ്പം അതായത് ഇപ്പോൾ ഒരു ഫിഷിൻ്റെ അല്ലെങ്കിൽ ഒരു ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടായെന്ന് വെച്ചു, ഇപ്പോൾ കളർ ചേഞ്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പെരിയാറിലെ പ്രശ്നം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം നമ്മളവിടെ സെൻസേഴ്സ് ഉണ്ടായിരിക്കും. പല ലൊക്കേഷനിൽ നമ്മൾ പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള ലൊക്കേഷനിൽ സെൻസർ ഉണ്ടാവും. ഡ്രോൺ വെച്ചിട്ട് പ്രീ ഡിറ്റർമിൻഡ് ഏരിയ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ടാവും. അപ്പം ഈ ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഡ്രോൺ ഫ്ലൈ ചെയ്യും. ഡ്രോൺ ഫ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡ്രോണിലുള്ള സോഫ്റ്റ്വെയറിൻ്റെയും ഈ സെൻസറും തമ്മിലുള്ള ഡേറ്റ വെച്ച് ഈ ഡ്രോൺ ഇത് ക്യാപ്ചർ ചെയ്യും, ഡേറ്റ ക്യാപ്ചർ ചെയ്യും. ക്യാപ്ചർ ഡേറ്റ നമ്മുടെ കൺട്രോൾ റൂമിൽ, PCBയുടെ കൺട്രോൾ റൂമിൽ കൊണ്ട് ലോഡ് ചെയ്യുമ്പം ഈ സെൻസറിൽ നിന്നുള്ള ഡേറ്റയും അവിടെ കിട്ടും. ഇത് രണ്ടും ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ തന്നെ ഹീറ്റ് മാപ്പ് ഡെവലപ്പ് ചെയ്യും. ഇപ്പോൾ pH, BOD ഇത് ഓരോ പാരാമീറ്ററിനും ഓരോ ഹീറ്റ് മാപ്പ് ആയിരിക്കും. ഇപ്പോൾ BOD എടുക്കുകയാണെങ്കിൽ BOD ഇപ്പോൾ ഡ്രോൺ ഫ്ലൈ ചെയ്ത് ഏതെങ്കിലും പർട്ടിക്കുലർ ലൊക്കേഷൻ ഓറഞ്ച് റെഡ് ആവും. അപ്പോൾ നമുക്കറിയാം ആ സ്ഥലത്തായിരിക്കും പ്രശ്നമുള്ളത്. അപ്പോൾ ആ പർട്ടിക്കുലർ ലൊക്കേഷനിൽ പിന്നെ നമ്മൾ മാനുവൽ സാമ്പിളിങ് നടത്തും. അപ്പോൾ ആ രീതിയിലുള്ള ടെക്നോളജി നമ്മൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു ഭയങ്കര ഒരു നേട്ടമായിരിക്കും. അതൊരു നല്ലൊരു ചേഞ്ച് ആയിരിക്കും. നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഡ്രോൺ വിട്ടുകൊടുത്താൽ മതി. അതെ, ഓക്കെ. ഞാൻ അടുത്ത് ചോദിക്കാൻ വന്നിരുന്നത് അത് തന്നെയായിരുന്നു, ഇന്നോവേറ്റീവ് ടെക്നോളജീസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പോൾ PCB AE ആയിട്ട് ജോയിൻ ചെയ്യുന്ന ആൾക്കാർ, ആസ്പിറൻസിനെ ഉദ്ദേശിച്ചാണ് ചോദിക്കുന്നത്. ഇപ്പോൾ കരിയർ ഗ്രോത്ത് എങ്ങനെയാണ്, അല്ലെങ്കിൽ അവരുടെ പോസ്റ്റിംഗ് നേച്ചർ, അതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? കരിയർ ഗ്രോത്ത് ഇപ്പോൾ അസിസ്റ്റന്റ് എഞ്ചിനീയറായിട്ട് അവർ അണ്ടർഗ്രേഡിൽ വന്നാൽ ഇപ്പോൾ എന്ന് വെച്ചാൽ വളരെ ഒരു വാക്യൂമാണ്. കാര്യം കുറേ നാളായിട്ട് ഞങ്ങളുടെ ഓഫീസ് ബോർഡിൽ ഇങ്ങനെ ഒരു
പെർമനൻറ്റ് പോസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പം ഒരുപാട് കുട്ടികൾ ഇപ്പം മിഡിൽ ലെവൽ ഈ അസിസ്റ്റന്റ് എഞ്ചിനീയേഴ്സ് ഇപ്പം ധാരാളം കുട്ടികളുണ്ട്. അപ്പോൾ അവരുടെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത് അവർക്കുള്ള എലിജിബിലിറ്റി ആയി കഴിഞ്ഞാൽ തന്നെ അവർ പെട്ടെന്ന് തന്നെ ഒരു പ്രൊമോട്ടഡ് ആകും. കാര്യം അവിടെ വേക്കൻസി റെഡിയായി കിടക്കുകയാണ്. അവർക്ക് പെട്ടെന്ന് തന്നെ അസിസ്റ്റന്റ് എൻവയറമെൻറ്റൽ എഞ്ചിനീയർ. പക്ഷേ അവർ വന്ന് അതിനടുത്ത പോസ്റ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് എമാർ കുറച്ചിങ്ങനെ ലെവലിൽ തന്നെ കുറച്ച് സ്റ്റാഗ്നൻ്റ് ആയിട്ട് നിൽക്കേണ്ടി വരും. പിന്നെ റിട്ടയർമെൻറ്റ് വേക്കൻസി വരുമ്പോഴേ കുട്ടികൾ മേലോട്ട് പോകുമ്പോൾ താഴെയുള്ളവർക്ക് പ്രൊമോഷൻ കിട്ടത്തുള്ളൂ. അപ്പം അതുകൊണ്ട് ഇപ്പം നമ്മുടെ ലിസ്റ്റിൽ ഇപ്പം നമ്മൾ കയറിയിരിക്കുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ താഴെയുള്ള കുട്ടികൾക്ക് കുറച്ചും കൂടി ചെയ്യാൻ പറ്റും. പക്ഷെ എന്നാലും ഞാൻ നേരത്തെ പറഞ്ഞതിനൊക്കെയുള്ള ചെറിയൊരു സ്റ്റാഗ്നേഷൻ ഇടയ്ക്ക് വരും. അപ്പം അതുകൊണ്ട് കുട്ടികൾ നോക്കിയിട്ട് അവരുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച്. ഓക്കെ, ഇപ്പോൾ വനിതാ ദിനമാണ്. അപ്പോൾ വനിതാ ദിനത്തോടനുബന്ധിച്ച് ഒരു ചോദ്യം ചോദിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വനിതാ ഉദ്യോഗസ്ഥ എന്ന നിലയിൽ ഈ ഒരു മേഖലയിലെ മാമിൻ്റെ അനുഭവം എന്താണ്? അതുപോലെ എൻവയോൺമെൻറ്റൽ ഗവേണൻസ് പോലുള്ള മേഖലകളിൽ കൂടുതൽ സ്ത്രീകൾ വരണം എന്ന് മാമിന് കരുതുന്നുണ്ടോ? അപ്പോൾ അതുപോലെ തന്നെ വിമൻ ആസ്പിറൻസിനോട് മാമിന് എന്താണ് പറയാനുള്ളത്? ലേഡീസിന് നല്ല രീതിയിൽ ആസ്വദിച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഡിപ്പാർട്ട്മെൻറ്റ് എന്നാണ് ഞാൻ എപ്പോഴും പറയാം. കാര്യം ഇപ്പം നമുക്കിപ്പോൾ ലേഡി ആണെങ്കിൽ പോലും അസിസ്റ്റന്റ് എഞ്ചിനീയർ ലെവലിലൊക്കെ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എക്സ് ലെവലിൽ ഇരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്കിപ്പം ഞങ്ങൾ അന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയേഴ്സാണ് സ്റ്റാക്കിലൊക്കെ നമ്മൾ മോണിറ്ററിംഗ് ഒക്കെ ചെയ്യുന്നത്. ഞാനൊക്കെ സ്റ്റാക്കിൽ കയറിയിട്ടുണ്ട്. അപ്പം അങ്ങനെ കയറാനുള്ളൊരു മാനസികാവസ്ഥ നമ്മൾ ഉണ്ടാകണം. അപ്പം ലേഡി എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ മാറി നിൽക്കാൻ പാടില്ല. ആ രീതി ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് അത് ചെയ്യാനായിട്ട് വില്ലിങ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മേഖലയിൽ നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു അഡ്മിനിസ്ട്രേഷൻ കപ്പാസിറ്റി ഞാൻ പറയും. ഇപ്പോൾ ജില്ലാ ഓഫീസിൽ ഒരു ആയി കഴിഞ്ഞാൽ തന്നെ അവർ അഡ്മിനിസ്ട്രേഷൻ ലെവലിലോട്ട് ഡെവലപ്ഡ് ആയി കഴിഞ്ഞു. ആ സമയത്തുള്ളതെന്ന് വെച്ചാൽ ലേഡി ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം, നമ്മുടെ വീടുകളിൽ നമ്മുടെ ലേഡീസിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്കറിയാം. നമുക്ക് എല്ലാത്തിനും ഒരു മാനേജറിലുള്ള ഒരു ചെറിയ ഒരു സ്വമേധയാ ബൈ ഡിഫോൾട്ട് നമുക്ക് ദൈവം അങ്ങനെ ഒരു ഹെൽപ്പ് തന്നിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ആ ഒരു മാനേജ്മെൻറ്റിൻ്റെ ആ ഒരു അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു ചെറിയൊരിത് നമുക്ക് ജില്ലാ ഓഫീസിൽ നമുക്ക് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫീൽഡ് ഓഫീസ് ഈവൻ ഇപ്പം ചെയർമാനായിട്ടൊരു അതോറിറ്റി ആയിട്ട് ഇരിക്കുമ്പോഴും അത് വെച്ചത് എങ്ങനെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു ചെറിയൊരിത് എനിക്ക് തോന്നുന്നു ലേഡീസിന് കുറച്ച് കൂടുതലായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ലേഡിമാരായിട്ട് ഇരുന്നിട്ടുള്ള ടോപ്പിലിരിക്കുന്നിട്ടുള്ള പല ആൾക്കാരും നല്ല രീതിയിൽ അഡ്മിനിസ്ട്രേറ്റ് ചെയ്ത് പോയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എനിക്കതൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ലേഡീസിന് നന്നായിട്ട് ഈ ഫീൽഡിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു പാഷൻ വേണം, പ്രകൃതിയോടുള്ളൊരു സ്നേഹവും പാഷനും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അത് ഞാനത് എൻജോയ് ചെയ്യുന്നു ശരിക്കും. ഓക്കെ. ഇനി ഫൈനലി സിവിലിയൻസിൻ്റെ ആസ്പിറന്റ് കമ്മ്യൂണിറ്റിയോട് മാമിന് എന്താണ് പറയാൻ ഉള്ളത്? PCBയിലെ ജോലി നല്ല ജോലി തന്നെയാണ്, നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ തന്നെ നമ്മളുടെ പ്രകൃതിയായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത് കൊണ്ട് നല്ലൊരു ഇവിടെ ജോലി കിട്ടുന്നത് നല്ലത് തന്നെയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ മനസ്സിലൊരു ബ്രോഡായിട്ടായിരിക്കണം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ. അപ്പം നമ്മളിപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡ് അവരുടെ മെയിൻ ഇലക്ട്രിസിറ്റിയെക്കുറിച്ചായിരിക്കാം, PWD അവരുടെ ഒരു പർട്ടിക്കുലർ ജോലിയായിരിക്കാം. പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഓഷൻ ലൈക്ക് സബ്ജക്റ്റാണ്. അപ്പം നമ്മൾ ഏതൊരു കാര്യത്തിൽ ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് ചുറ്റും ആ ഒരു പ്രകൃതി ഉണ്ടെന്നും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ അതുമായിട്ട് കണക്റ്റഡ് ആണെന്നും അത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ആ ഒരു രീതിയിൽ നമ്മൾ ഈ ജോബിനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രശ്നം ഉണ്ടാകും. നമ്മൾ ആ ഒരു പർട്ടിക്കുലർ സാധനത്തിനെ മാത്രത്തിൽ നോക്കാതെ ആ ഒരു കോറിലെ മാത്രം നോക്കാതെ അതിന് ചുറ്റുമുള്ള പരിസ്ഥിതിയും കൂടെ ബാധിക്കപ്പെടും എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും. അപ്പം അതിന് ഹാം ഉണ്ടാക്കാത്ത രീതിയിൽ നമ്മൾ ആ ചെയ്യുന്ന കാര്യത്തിനെ മൈൻഡ്ഫുള്ളായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ എൻജോയ് ചെയ്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ജോബ് തന്നെയാണ്. അപ്പോൾ മാം ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പോൾ ഒത്തിരി സന്തോഷം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെ പറ്റി നല്ല രീതിയിൽ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റി കാണും. അതുപോലെ എന്തൊക്കെ വർക്കിംഗ് ആണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തന്നെ ഇന്ന് കേട്ടപ്പോഴാണ് ഇത്രയധികം കാര്യങ്ങൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടി പറ്റിയത്. അപ്പോൾ മാമിൻ്റെ തിരക്കുകൾക്കിടയിലാണ് ഇന്ന് നമ്മളോടൊപ്പം ഇവിടെ സമയം ചിലവഴിക്കാൻ വന്നത്. അപ്പോൾ അതിന് വലിയൊരു താങ്ക്സ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പോഡ്കാസ്റ്റ് സെഷൻ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഈ ഒരു സെഷൻ വളരെ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ മറ്റൊരു സെഷനായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. Start your preparations for engineering competitive exams from top educators. Learn from the best.